Aspirants, Zodiac Academy എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ലാബ് ടെക്നീഷ്യന്റെ ഒരു ലോങ് ടേം ബാച്ച് Zodiac Academy തുടങ്ങിയിട്ടുള്ളതായിട്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മാർച്ച് 1-ാം തീയതി 8 PM to 9 PM നമ്മളൊരു സ്കോളർഷിപ്പ് എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്കോളർഷിപ്പ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്നിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഫസ്റ്റ് റാങ്ക് മുതൽ 5th റാങ്ക് കിട്ടുന്ന ആളുകൾക്ക് നമ്മൾ 25% ഒരു ഫീസിൽ ഇളവ് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാ എക്സാം അറ്റൻഡ് ചെയ്ത എല്ലാ പിള്ളേർക്കും നമ്മൾ ഒരു നിശ്ചിത എമൗണ്ടിൽ നമ്മൾ എന്തായാലും ഒരു ഫീസ് അളവ് കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ Zodiac അക്കാദമിയുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ പേര് ആതിര. ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ കൂടെ ലോങ് ടേം ബാച്ചിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, convert 90 mg per deciliter glucose into millimoles per liter. അപ്പോൾ millimoles per liter means molarity. Molarity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the molecular weight of a substance dissolved in a water and make up to 1 liter. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് milligram percentage into 10 by molecular weight. അപ്പോൾ here milligram percentage is equal to 90 into 10 by molecular weight glucose C6H12O6 ആണ് molecular weight നോക്കാൻ വേണ്ടിയുള്ള ഫോർമുല. അപ്പോൾ molecular weight is equal to 180. Then the answer is 5. But the option C is the correct answer. Next question, auto analyzers in clinical chemistry employ. The first option is kinetic analysis only, B qualitative analysis only, C endpoint assay only, and D both A and C. But the correct answer is D, both A and C. Auto analyzer use kinetic analysis and also the qualitative and also the endpoint assay. Then kinetic analysis means the reaction time or progressive ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിയാക്ഷൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓരോ പ്രോഗ്രസീവ് ടൈമിൽ എന്താണ് റിയാക്ഷൻ എന്നുള്ളത് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് കൈനറ്റിക് അനാലിസിസ്. എൻഡ് പോയിന്റ് അസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, ഒരു സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റായി മാറി ഒരു സ്പെസിഫിക് റിയേജൻറ്റ് ഉപയോഗിച്ച് നമ്മൾ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് നമുക്കൊരു എൻഡ് പോയിന്റ് കിട്ടി, അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മൾ എൻഡ് പോയിന്റ് അസേ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, ബോത്ത് എ ആൻഡ് സി. Next question, which of the following analyzers need 2 monochromator? അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ എന്താണ് മോണോക്രോമാറ്റേഴ്സ് എന്ന് അറിയണം. മോണോക്രോമാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് ബാൻഡ് ഓഫ് വേവ് ലെങ്ത്തിനെ പാസ് ചെയ്യിക്കാൻ പറ്റുന്നതിന് നമ്മൾ മോണോക്രോമാറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ കളർ മീറ്റർ ഉണ്ട്. ഓപ്ഷൻ എ ഇസ് ദ കളർ മീറ്റർ, ഓപ്ഷൻ ബി ഇസ് ദ ഫ്ലൂറോമീറ്റർ, ഓപ്ഷൻ സി ഇസ് ദ നെഫ്ലോമീറ്റർ, ഓപ്ഷൻ ഡി ഇസ് ദ സ്പെക്ട്രോഫോട്ടോമീറ്റർ. അപ്പോൾ ഇതിൽ 2 മോണോക്രോമാറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഫ്ലൂറോമീറ്റർ ആണ്. ബാക്കിയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് 1 മോണോക്രോമാറ്റേഴ്സ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ ഡുവൽ സ്പെക്ട്രോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ഉണ്ട്. അതിൽ നമ്മൾ 2 മോണോക്രോമാറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാത്തത് കൊണ്ട് നമ്മൾ ഓപ്ഷൻ ബി ആണ്, ഫ്ലൂറോമീറ്റർ ഇസ് ദ കറക്റ്റ് ആൻസർ. Then fourth one, which of the following is true regarding the preparation of 6-normer HCl? The option A is the final dilution is done in standard flask, B is the add water to acid, C is the final dilution is done in the measuring cylinder, and D is the mouth pipetting can be done. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായിരിക്കണം, the C is the option, final dilution is done in the measuring cylinder is the correct answer. Next one, which of the following type of fire is included in the class A category? Class A categoryയിൽ ഉൾപ്പെടുന്ന ഫയർ ഇതിൽ ഏത് ടൈപ്പ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ ഇലക്ട്രിക് ഫയർ, ഓപ്ഷൻ ബി ഇസ് ദ ഫയർ ഫ്രം ദ പേപ്പർ, ഓപ്ഷൻ സി ഇസ് ദ ഫയർ ഫ്രം ദ ഓയിൽ, ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ദ ഫയർ ഫ്രം ദ എക്സ്പ്ലോസീവ് കെമിക്കൽസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫയറിൻ്റെ കാറ്റഗറീസ് അറിയണം. ഫയറിൻ്റെ കാറ്റഗറീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് എ ഫയർ ഫ്രം പേപ്പർ, പേപ്പർ ആവാം, വുഡ് ആവാം. ക്ലാസ് ബി ഫയർ ഫ്രം ദ എക്സ്പ്ലോസീവ് കെമിക്കൽസ്, ലിക്വിഡ്, സോൾവെന്റ്. explosive chemical. Then class C. Class C പറയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ ഇലക്ട്രിക്കൽ ഫയർസ്, അതായത് ഇലക്ട്രിക്കൽ അപ്പാരറ്റസിൽ നിന്ന് വരുന്ന ഫയറിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്ലാസ് സി എന്ന് പറയുന്നത്. പിന്നെ ക്ലാസ് ഡി. ക്ലാസ് ഡി എന്ന് പറയുമ്പോൾ കമ്പസ്റ്റബിൾ മെറ്റൽസ് എന്ന് വരുന്നതിനെ നമ്മൾ എന്ത് പറയാം, ക്ലാസ് ഡി എന്ന് പറയാം. ദെൻ ക്ലാസ് കെ. ക്ലാസ് കെ എന്ന് പറയുമ്പോൾ കുക്കിംഗ് ഓയിൽ. Then നമുക്ക് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഫയർ ഇസ് ഇൻക്ലൂഡ് ഇൻ ദ ക്ലാസ് എ കാറ്റഗറി? ഇറ്റ്സ് ഈക്വൽ ടു ഇലക്ട്രിക്കൽ ഫയർ ഇസ് ദ എ ഓപ്ഷൻ, ബി ഇസ് ദ ഫയർ ഫ്രം ദ പേപ്പർ. അപ്പോൾ ദ കറക്റ്റ് ആൻസർ ഇസ് ബി. Next question. Which of the following code is used for the chemical spillage? Chemical spillage നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് ഏതാണെന്നുള്ളത്. ഓപ്ഷൻ എ ഇസ് ദ കോഡ് റെഡ്, ഓപ്ഷൻ ബി ഇസ് ദ കോഡ് ബ്ലൂ, ഓപ്ഷൻ സി ഇസ് ദ കോഡ് ഓറഞ്ച് ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ദ കോഡ് ബ്രൗൺ. ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഇസ് ദ കോഡ് ബ്രൗൺ ആണ് നമ്മൾ കെമിക്കൽ സ്പില്ലേജിന് യൂസ് ചെയ്യുന്നത്. റെഡ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസിലും അല്ല ഫയറും വരുന്ന സമയങ്ങളിലാണ് നമ്മൾ റെഡ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ് അങ്ങനെ എന്തെങ്കിലും റാപ്പിഡ് എമർജൻസി കണ്ടീഷൻസിലാണ് നമ്മൾ ബ്ലൂ യൂസ് ചെയ്യുന്നത്. Next question, 7th. Edema, hypoalbuminemia, hyperalbuminuria are the characteristic features of A is the glomerular nephritis, B is the nephrotic syndrome, C is the disseminated intravascular coagulation, D is the heart failure. ഈ ഫീച്ചേഴ്സ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെന്താണ്, നെഫ്രോട്ടിക് സിൻഡ്രോമിന്റെ ഫീച്ചറാണ്. എഡിമ, hypoalbuminemia, hyperalbuminuria are the characteristic features of nephrotic syndrome. അപ്പോൾ ഓപ്ഷൻ ബി is the correct answer. Next question. Microalbuminuria is defined as a level of albumin in urine at a range of. Option A is the 100 to 150 milligram per day, then B is the 30 to 300 milligram per day, and C 150 to 200 milligram per day, and D is 300 to 600 milligram per day. Then microalbuminuria is also called as minimal albuminuria or paucialbuminuria. ഒരു 30 to 300 milligram per day നമ്മുടെ യൂറിനിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു ഏർലി ഇൻഡിക്കേഷൻ ആണ്, നെഫ്രോപ്പതിയുടെ ഒരു ഏർലി ഇൻഡിക്കേഷൻ ആണ് ഇൻ പേഷ്യൻസ് വിത്ത് ഡയബറ്റിസ് മെല്ലിറ്റസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ ഇതിന് ആൻസർ ഇസ് 30 to 300 milligram per day, അതായത് ഓപ്ഷൻ ബി ആണ് ദ കറക്റ്റ് ആൻസർ. Next question is 9. Which of the following factors will be decreased first in a bag of whole blood kept at 2 to 8 degrees Celsius for 40 days? Option A is the prothrombin, option B is the hemoglobin, option C is the protein, and option D is the potassium. The correct answer is option A, prothrombin. Prothrombin is the factor will be decreased first in a bag of whole blood which kept at 2 to 8 degrees Celsius for 40 days. Next one is Coombs. Coombs control cell consists of option A, type O positive cells coated with anti-D, and B, type O negative cells coated with anti-D, and option C, type A positive cells coated with anti-D, and option D, type A negative cells coated with anti-D. First of all, ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂംസ് ടെസ്റ്റ് എന്താണ്, കൂംസ് എന്താണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ കൂംസ് ടെസ്റ്റ് പറയുമ്പോൾ ഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് ഉണ്ട്, ഓൾസോ കോൾഡ് ആസ് ആന്റിഗ്ലോബുലിൻ ടെസ്റ്റ്. അപ്പോൾ ഡയറക്റ്റ് കൂം ടെസ്റ്റിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഇൻവൈവോ സെൻസിറ്റൈസേഷൻ ഓഫ് RBC കോട്ടഡ് വിത്ത് എ ആന്റിബോഡി IgG ഓർ കോംപ്ലിമെന്റ് കമ്പോണന്റ് C3D. ദെൻ ഇൻവിട്രോ ആണ്, അതാണ് ഇൻവിട്രോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺട്രോൾ എന്തായാലും ഒരു റിയാക്ഷൻ വാലിഡ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു കൺട്രോൾ വേണ്ടി വരും. അപ്പോൾ കൂംസ് ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോൾ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ, ടൈപ്പ് O പോസിറ്റീവ് സെൽസ് കോട്ടഡ് വിത്ത് ആന്റി-D ആണ് നമ്മൾ കൂംസ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന കൺട്രോൾ. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഐഡിയൽ യൂറിൻ സാമ്പിൾ ഫോർ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് മോസ്റ്റ് ഐഡിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂറിൻ സാമ്പിൾ ഏതാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇസ് ദ റാൻഡം സാമ്പിൾ, ഓപ്ഷൻ ബി ഇസ് ദ 24-hour സാമ്പിൾ, ഓപ്ഷൻ സി ഇസ് ദ ഏർലി മോർണിംഗ് സാമ്പിൾ, ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ദ മിഡ് സ്ട്രീം യൂറിൻ സാമ്പിൾ. അപ്പോൾ ഓരോ സാമ്പിൾസും എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കറക്റ്റായിട്ട് അറിയുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വളരെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറയണേ റാൻഡം സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എനി ടൈം. അപ്പോൾ റാൻഡം സാമ്പിൾസ് നമുക്ക് റൂട്ടീൻ യൂറിൻ എക്സാമിനേഷൻ നമുക്ക് റാൻഡം സാമ്പിൾ പ്രിഫർ ചെയ്യാം.
24 hour സാമ്പിൾ ആണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത് 24 hour സാമ്പിൾ ആണ്. പിന്നെ ഏർലി മോർണിംഗ് സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് റൂട്ടീൻ എക്സാമിനേഷന് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ കാസ്റ്റ്, ക്രിസ്റ്റൽസ് അതിന് വേണ്ടിയിട്ടാണ് ഏർലി മോർണിംഗ് സാമ്പിൾസ് യൂസ് ചെയ്യുന്നത്. ദെൻ മിഡ് സ്ട്രീം യൂറിൻ സാമ്പിൾസ് നമ്മൾ റൂട്ടീൻ എക്സാമിനേഷന് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മിഡ് സ്ട്രീം യൂറിൻ സാമ്പിൾ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. Next question. Which hormone is also known as vasopressin? Vasopressin എന്ന് പറയുന്ന ഹോർമോൺ. അപ്പോൾ ഓപ്ഷൻ എ is the oxytocin, ഓപ്ഷൻ ബി is the ADH, ഓപ്ഷൻ സി is the ACTH and ഓപ്ഷൻ ഡി is the adrenaline. അപ്പോൾ ഇതിന് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, ആന്റി ഡയൂററ്റിക് ഹോർമോൺ ആണ് വാസോപ്രസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി is the correct answer. Next question 13. Which of the following disease can lead to hyperkalemia? ഹൈപ്പർകലീഷീമിയ ഉണ്ടാക്കുന്ന ഡിസീസുകൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ ഹൈപ്പർ പാരാതൈറോയിഡ് ആൻഡ് ഓപ്ഷൻ ബി ഇസ് ദ മൾട്ടിപ്പിൾ മൈലോമ, ഓപ്ഷൻ സി ഇസ് ദ പാഗേജ് ഡിസീസ് ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ദ ഓൾ ദ എബോവ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, ഓൾ ദ എബോവ് ആണ്. കാരണം ഈ 3 കണ്ടീഷനിലും ഹൈപ്പർകലീഷീമിയ വരുന്നുണ്ട്. കാൽഷ്യത്തിന്റെ നോർമൽ എമൗണ്ട് 9 to 11 mg/dL ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹൈപ്പർകലീഷീമിയ എന്തായാലും മോർ ദാൻ 11 mg/dL നമുക്ക് എന്ത് പറയാം? ഹൈപ്പർകലീഷീമിയ എന്ന് പറയാം. അപ്പോൾ ഹൈപ്പർ പാരാതൈറോയിഡ് ഹോർമോണിൽ എന്ത് കൂടുതലായിരിക്കും? പാരാതൈറോയിഡ് ഹോർമോൺ. ഇതെന്ത് ഹോർമോണാണ്? ഹൈപ്പർകലീസിമിക് ആണ്. അപ്പോൾ എങ്ങനെ ആയി കഴിഞ്ഞാലും ഹൈപ്പർകലീഷീമിയ ഉണ്ടാവും. നെക്സ്റ്റ് വൺ ഇസ് മൾട്ടിപ്പിൾ മൈലോമ ആൻഡ് പാഗേജ് ഡിസീസ്. ഈ 2 ഡിസീസിൽ എന്തുണ്ട്? ബോൺ റീസോപ്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും? കാൽഷ്യം ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Church-Skine and Troche signs are associated with. Option A is the hyperparathyroid, option B is the multiple myeloma, option C is the Paget's disease and option D is the tetany. ടെറ്റനിയുടെ ഒരു യൂണിക് ഫീച്ചർ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ട്രോഷ്യോ സൈൻസ് ആൻഡ് ചർച്ച് സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ബയൂറ ടെസ്റ്റ് ഈസ് ട്രൂ? ബയൂറ ടെസ്റ്റുമായിട്ട് നോക്കുമ്പോൾ ഏതാണ് നമ്മൾ ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് സെൻസിറ്റീവ് ഫോർ 0.1 mg/dL ഓഫ് പ്രോട്ടീൻ ഇസ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, ഹീമോലൈസിസ് വിൽ നോട്ട് ഇന്റർഫിയർ. ഓപ്ഷൻ സി, യൂസ്ഡ് ഫോർ എക്സുഡേറ്റ്സ്, ട്രാൻസുഡേറ്റ്സ് ആൻഡ് യൂറിൻ സാമ്പിൾ ആൻഡ് ഓപ്ഷൻ ഡി, പോളിപെപ്റ്റൈഡ്സ് വിത്ത് ഇമൈൻ ഗ്രൂപ്പ്സ് വിൽ റിയാക്ട്. ഇതാണ് ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് ബയൂറ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സെൻസിറ്റിവിറ്റി അത്ര കുറവാണ്. അപ്പോൾ അത്രയും ഒരു 2 gram ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഡിറ്റക്റ്റബിൾ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്ഷനായിട്ട് പറയുകയാണെങ്കിൽ ബയൂററ്റിൻ്റെ പ്രിൻസിപ്പിൾ പറയുമ്പോൾ മോർ ദാൻ 2 പെപ്റ്റൈഡ് ബോൺസ് എങ്കിലും വേണം നമുക്കിത് റിയാക്ഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഓപ്ഷൻ പറയുകയാണെങ്കിൽ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. പോളിപെപ്റ്റൈഡ്സ് വിത്ത് ഇമൈൻ ഗ്രൂപ്പ്സ് വിൽ ഓൾസോ റിയാക്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഹീമോലൈസിസ് എന്തായാലും ബയൂറ റിയാക്ഷൻ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. പിന്നെ യൂറിൻ സാമ്പിൾസിലൊക്കെ അത്രയും പ്രോട്ടീൻ എമൗണ്ട് കുറവായിരിക്കും. അപ്പോൾ ഇതുവഴി എന്തായാലും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താ ഓപ്ഷൻ ഡിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പോളിപെപ്റ്റൈഡ്സ് വിത്ത് ഇമൈൻ ഗ്രൂപ്പ്സ് വിൽ റിയാക്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കേസ് സ്റ്റഡി പോലെയാണ് പറഞ്ഞിട്ടുള്ളത്. 16th ക്വസ്റ്റ്യൻ. An athlete showed a radiating pain in the abdomen during micturition. Urine examination revealed presence of hemoglobin. What will be the diagnosis? അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഇസ് ദ കിഡ്നി ഫെയിലിയർ, ഓപ്ഷൻ ബി ഇസ് ദ റീനൽ സ്റ്റോൺ, ഓപ്ഷൻ സി ഇസ് ദ റീനൽ ട്യൂബർകുലോസിസ് ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ദ ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ്. പറയുകയാണെങ്കിൽ റിവീൽ പ്രസൻസ് ഓഫ് ഹീമോഗ്ലോബിൻ, അതായത് യൂറിൻ എക്സാമിനേഷൻ റിവീൽ ദ പ്രസൻസ് ഓഫ് ഹീമോഗ്ലോബിൻ. അപ്പോൾ പറയുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി, അതായത് റീനൽ സ്റ്റോൺ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ബ്ലഡ് അമോണിയ ലെവൽസ് യൂഷ്വലി യൂസ്ഡ് ടു ഇവാലുവേറ്റ്. Option A is the renal failure, option B is the acid base abnormality and option C is the hepatic coma and option D is the gastric abnormality. Here the answer is option C. Hepatic coma ആണ് നമ്മൾ ബ്ലഡ് അമോണിയ ലെവൽസ് നമ്മൾ നോക്കുന്നത് ഹെപ്പാറ്റിക് കോമ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ is option C.
Question number 18, anticoagulant of choice for the viral DNA estimation. Viral DNA estimation നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റികോയാഗുലൻ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആൻറ്റികോയാഗുലൻ്റ് എന്ന് ആദ്യം അറിയണം. ആൻറ്റികോയാഗുലൻ്റ് ഇസ് ദ ഏജന്റ് വിച്ച് പ്രിവെൻറ്റ്സ് ദ ക്ലോട്ടിങ്. ക്ലോട്ടിങ് പ്രിവെൻറ്റ് ചെയ്യുന്ന ഏജൻസികൾ നമ്മൾ ആൻറ്റികോയാഗുലൻസ് എന്ന് പറയാം. അത് നാച്ചുറൽ ആൻറ്റികോയാഗുലൻസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ആൻറ്റികോയാഗുലൻസുകൾ ഉണ്ട്, വെറ്റ് ഫോം ഉണ്ട്, ഡ്രൈ ഫോം ഉണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് ആൻറ്റികോയാഗുലൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വൈറൽ DNA എസ്റ്റിമേഷൻ. അപ്പോൾ നമുക്ക് ഓരോ ആൻറ്റികോയാഗുലൻസ് ആയിട്ട് പറയാം. ഹെപ്പാരിൻ അല്ല, ഹെപ്പാരിൻ പറയുകയാണെങ്കിൽ ഹെപ്പാരിൻ ഒരു നാച്ചുറൽ ആൻറ്റികോയാഗുലൻ്റ് ആണ്. Heparin is a natural anticoagulant used for blood gas analysis, enzyme, electrolytes. അതാണ് ഹെപ്പാരിൻ. ദെൻ EDT നമ്മൾ പറയുമ്പോൾ പ്രിസർവേഷൻ ഓഫ് സെൽ മോർഫോളജി, then also DNA estimation, nucleic acids in DNA estimation, then ACD, acid citrate, dextrose. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലഡ് ബാങ്കിങ്ങിലാണ്. നെക്സ്റ്റ് സിട്രേറ്റ് നമ്മൾ കൊയാഗുലേഷൻ സ്റ്റഡിക്കും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ESR. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ആൻറ്റികോയാഗുലൻ്റ് ഓഫ് ചോയ്സ് ഫോർ ദ വൈറൽ DNA എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ EDTA ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻറ്റികോയാഗുലൻ്റ് ഓഫ് ചോയ്സ് ഫോർ ദ ലെഡ് എസ്റ്റിമേഷൻ. ലെഡ് എസ്റ്റിമേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റികോയാഗുലൻ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ ഹെപ്പാരിൻ, ഓപ്ഷൻ ബി ഈസ് ദ EDTA, ആൻഡ് ഓപ്ഷൻ സി ഈസ് ദ സിട്രേറ്റ്, ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ദ ACD. നമ്മൾ 18th ക്വസ്റ്റ്യനിൽ ഇതിലെല്ലാം പറ്റി പറഞ്ഞതാണ്. അപ്പോൾ ഓപ്ഷൻ എ ഹെപ്പാരിൻ നമ്മൾ ലെഡിൻ്റെ നമ്മൾ എസ്റ്റിമേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 19th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ഹെപ്പാരിൻ. Next, when a subjected to urine aminogram, the solvent front was 6 cm and solute front was 5 cm. The RF value means ratio of fronts. Ratio of front എന്ന് പറയുമ്പോൾ RF value distance travelled by solute by distance travelled by solvent. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം solute front was 5 cm, then solvent front was 6 cm, then the answer is 0.83. 0.83 ഓപ്ഷൻ ഇതിലുണ്ട്. ഓപ്ഷൻ എ is the 0.83. Next question, all of these are ketone bodies except option A is the acetone, option B is the acetoacetate, and option C is the acetate, and option D is the beta hydroxybutyrate. അപ്പോൾ ഇതിൽ ഓപ്ഷൻ C is the correct answer. ബാക്കി എല്ലാം എന്താണ്? കീറ്റോൺ ബോഡീസ് ആണ്. അസറ്റോണും അസറ്റോഅസറ്റേറ്റും ബീറ്റ ഹൈഡ്രോക്സിബ്യൂട്ടറേറ്റും എന്താണ്? കീറ്റോൺ ബോഡീസ് ആണ്. അതിൽ അസറ്റോഅസറ്റേറ്റ് ആണ് പ്രൈമറി കീറ്റോൺ ബോഡീസ്, അസറ്റോണും ബീറ്റ ഹൈഡ്രോക്സിബ്യൂട്ടറേറ്റും സെക്കൻഡറി കീറ്റോൺ ബോഡീസ് ആണ്. Then next question 22, the first virus which was identified as causing human infection. Option A is the parvovirus, option B is the poliovirus, and option C is the yellow fever virus, and option D is the smallpox virus. Parvovirus നമുക്കറിയാം സിംപ്ലസ്റ്റ് എന്താണ്? ആനിമൽ വൈറസ് ആണ് അഫക്റ്റിംഗ് ദ ഹ്യൂമൻ. ദെൻ പോളിയോവൈറസ് കോസിങ് പാരാലിറ്റിക് പോളിയോമൈലൈറ്റിസ്, ദെൻ യെല്ലോ ഫീവർ വൈറസ്, ദെൻ സ്മോൾ പോക്സ് വൈറസ് എന്താണ്? സ്മോൾ പോക്സ്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ദ ഫസ്റ്റ് വൈറസ് വിച്ച് വാസ് ഐഡന്റിഫൈഡ് ആസ് എ കോസിംഗ് ഹ്യൂമൻ ഇൻഫെക്ഷൻ ഈസ് ഓപ്ഷൻ സി യെല്ലോ ഫീവർ വൈറസ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോറസ് ബോഡി ഈസ് ദ ഇൻക്ലൂഷൻ ബോഡി ഓഫ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ എന്താണ് ഇൻക്ലൂഷൻ ബോഡി എന്ന് അറിയണം. ഇൻക്ലൂഷൻ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ അഗ്രിഗേറ്റ്സ് ഓഫ് വിറിയോൺസ്, വൈറൽ പാർട്ടിക്കിൾസ് ആൻഡ് ദ കമ്പോണൻസ് ഓഫ് വൈറൽ റിപ്ലിക്കേഷൻ. അതൊരു എന്താ പറയുക, സ്റ്റെയിനിങ് പ്രോപ്പർട്ടി, ഡിഫറെൻറ്റ് സ്റ്റെയിനിങ് പ്രോപ്പർട്ടി ആയിരിക്കും നമ്മൾ ഹോസ്റ്റ് സെൽസിലേക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്റ്റിങ്ക്റ്റ് ഷേപ്പാണ്, സൈസാണ്, ലൊക്കേഷൻസ് ഒക്കെയാണ്. അപ്പോൾ ലൊക്കേഷൻ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ഉണ്ട്, ഇൻട്രാന്യൂക്ലിയർ ഉണ്ട്, ബോത്ത് ഇൻട്രാന്യൂക്ലിയർ ആൻഡ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ ബോഡീസുകൾ ഉണ്ട്. പിന്നെ പെരിന്യൂക്ലിയർ ഇൻക്ലൂഷൻ ബോഡി, CMV-ലൊക്കെ പെരിന്യൂക്ലിയർ ഇൻക്ലൂഷൻ ബോഡി യൂറിനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, ടോറസ് ബോഡി ഈസ് ദ ഇൻക്ലൂഷൻ ബോഡി ഓഫ്. അപ്പോൾ അഡിനോ വൈറസിന്റെ ഇൻക്ലൂഷൻ ബോഡി എന്ന് പറയുമ്പോൾ കൗഡ്രി ടൈപ്പ് ബി, അതാണ് അഡിനോ വൈറസിന്റെ ഇൻക്ലൂഷൻ ബോഡി. ജപ്പാനീസ് ബി എൻസെഫലൈറ്റിസ് വൈറസിന്റെ ഇൻക്ലൂഷൻ ബോഡി അങ്ങനെ പറയുന്നില്ല. മീസിൽസ് വൈറസിന്റെ ഇൻക്ലൂഷൻ ബോഡിയാണ് എന്ത്, ബോത്ത് ഇൻട്രാന്യൂക്ലിയർ ആൻഡ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക്, ബോത്ത് ഇൻട്രാന്യൂക്ലിയർ ആൻഡ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ആയിട്ട് വരുന്നത് മീസിൽസ് വൈറസ് ആണ്. യെല്ലോ ഫീവർ വൈറസിന്റെയാണ് ടോറസ് ബോഡി. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ റോങ് പെയർ. റോങ് പെയർ ഏതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ വീറോ സെൽ ലൈൻ, വെർബറ്റ് മങ്കി കിഡ്നി സെൽ ലൈൻ. ഓപ്ഷൻ ബി KB, ഹ്യൂമൻ കാർസിനോമ ഓഫ് ദ നാസോഫാരിംഗ് സെൽ ലൈൻ. ഓപ്ഷൻ സി ഹെല, ഹ്യൂമൻ എപ്പിത്തീലിയം ഓഫ് സ്ലാരിംഗ് സെൽ ലൈൻ. ആൻഡ് ഓപ്ഷൻ ഡി മെംസിക്കോയ്, ഹ്യൂമൻ സൈനോവിയൽ കാർസിനോമ സെൽ ലൈൻ. അതിൽ നമ്മൾ ഹെലയാണ് ഇതിൽ ഓപ്ഷൻ സി. ഹെല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ കാർസിനോമ ഓഫ് സെർവിക്കൽ സെൽ ലൈൻ ആണ് അതിൻ്റെ കറക്റ്റ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഹ്യൂമൻ എപ്പിത്തീലിയം ഓഫ് ഫ്ലാരിംഗ് സെൽ ലൈൻ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. Next question, following are the structural genes of HIV except. Option A is the gut, option B is the nuff, and option C is the pole, and option D is the envelope. അപ്പോൾ HIV-യുടെ ഒരു മോർഫോളജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 സ്ട്രക്ചറൽ ജീൻസും 6 നോൺ സ്ട്രക്ചറൽ ജീൻസുകളാണ് ഉള്ളത്. അപ്പോൾ സ്ട്രക്ചറൽ ജീൻസ് ആയിട്ട് പറയുന്നത് 3 സ്ട്രക്ചറൽ ജീൻസും 6 നോൺ സ്ട്രക്ചറൽ ജീൻസുകളാണ്. അപ്പോൾ 3 സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറയുമ്പോൾ ഗാഡ്, പോൾ, എൻവലപ്പ്. ദെൻ 6 നോൺ സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറയുമ്പോൾ നെഫ്, VPX, VPU, ബീഫ്, VPR, ടാറ്റ്. ഇതാണ് 6 നോൺ സ്ട്രക്ചറൽ ജീൻസ്. അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും? ഫോളോയിങ് ആർ ദ സ്ട്രക്ചറൽ ജീൻസ് ഓഫ് HIV എക്സെപ്റ്റ്. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, next question 26. Which of the following is responsible for bovine spongiform encephalitis? Option A is the poliovirus, option B is the prions, and option C is the pox virus, option D is the HIV. അപ്പോൾ പോളിയോ വൈറസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പാരാലിറ്റിക് പോളിയോമൈലൈറ്റിസ് ആണ് ഉണ്ടാക്കുന്നത്. പ്രയോൺസ് ഉണ്ട്, പിന്നെ പോക്സ് വൈറസ് എന്താണ്, സ്മോൾ പോക്സ്, അതേപോലെ വാരിയോള വരുന്ന അതിലാണ്. പിന്നെ വാരിയോള എന്ന് പറയുമ്പോൾ വാക്സിൻ്റെ ഒരു സ്ട്രെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. HIV എന്തായിരിക്കും? എത്തിയോളജിക്കൽ ഏജന്റ് ഓഫ് എയ്ഡ്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആണ്. പ്രയോൺസ് എന്താ? ഒരു അബ്നോർമൽ ഇൻഫെഷ്യസ് പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ് വിതൗട്ട് ന്യൂക്ലിക് ആസിഡ്. പ്രയോൺസ് എന്താ? ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻസ് ആയിട്ടുള്ളതാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രിയോൺസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ്, പ്രിയോൺസ് ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ്, അത് അനിമൽ പ്രിയോൺസിൽ വരുന്നതാണ് എന്താ ബോവൈൻ സ്പോഞ്ചിഫോം എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കാറ്റിൽസിന് നമ്മൾ ഫീഡ് ചെയ്യുക, അതായത് ഒന്നെങ്കിൽ മീറ്റ് അല്ലെങ്കിൽ ബോൺ മീൽസ് എന്ത് ചെയ്യുക, ബോവൈൻ സ്പോഞ്ചിഫോം പ്രയോൺസുമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പില്ല, നമ്മളെ സ്ക്രേപ്പി കണ്ടാമിനേഷൻ വന്നിട്ടോ അതെങ്ങാനും ഫീഡ് ചെയ്യുന്ന സമയത്ത് കാറ്റിൽസിന് വരുന്നതാണ് ബോവൈൻ സ്പോഞ്ചിഫോം എൻസെഫലൈറ്റിസ്. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 27. Which of the following is true regarding 4th generation ELISA for HIV? HIV 4th generation ELISAയിൽ ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഓരോ ജനറേഷൻസ് ഉണ്ട് ELISAയ്ക്ക്.
ഫസ്റ്റ് ജനറേഷൻ എലൈസയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ക്രൂഡ് പ്രിപ്പറേഷൻ ഓഫ് ആന്റിജൻസ് ആയിരുന്നു. എന്തായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ക്രൂഡ് പ്രിപ്പറേഷൻസ് ഓഫ് ആന്റിജൻ. ദെൻ സെക്കൻഡ് ജനറേഷൻ എലൈസ, അത് നമ്മൾ യൂസ് ചെയ്യുന്നത് റീകോംബിനന്റ് ആന്റിജൻസ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റീകോംബിനന്റ് ആന്റിജൻസ് ആയിരുന്നു ഓപ്ഷൻ. തേർഡ് ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സിന്തറ്റിക് ഒലിഗോപെപ്റ്റൈഡ്സുകൾ. സിന്തറ്റിക് ഒലിഗോപെപ്റ്റൈഡ്സുകളായിരുന്നു. പിന്നെ ഫോർത്ത് ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ കോമ്പിനേഷൻ, റീകോംബിനന്റിനും സിന്തറ്റിക്കിനും കോമ്പിനേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ മോണോക്ലോണൽ ആന്റിബോഡീസ്, ഇതായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ A is the B cell litase is used, option B is the antibodies are detected, and option C is the detection of HIV in the window period, and option D is the no need of stopping reagent. Then the correct answer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ detection of HIV in the window period. Window periodൽ നമുക്ക് HIV ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർത്ത് ജനറേഷൻ എലൈസ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ C is the correct answer. Next question 28. Sucklimize is used for the cultivation of. Option A is the vaccinia virus, option B is the HSV1 and 2, and option C is the Coxsackie virus A and B, and D all of the above. The option C is the correct answer. Sucklimize നമ്മൾ ഇൻട്രാസെറിബ്രലി ഇനോക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഇൻട്രാസെറിബ്രലി നമ്മൾ സക്ലിമൈസിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മാനിഫെസ്റ്റേഷൻസ് വഴിയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനിഫെസ്റ്റേഷൻ അനുസരിച്ച് നമ്മൾ രണ്ട് ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്. കോക്സാക്കി എ ആൻഡ് കോക്സാക്കി ബി വൈറസ്. അതിൽ എ ഉണ്ടാക്കുന്നത് എ പറയുകയാണെങ്കിൽ സ്പാസ്റ്റിക് പാരാലിസിസ്, ദെൻ ജനറലൈസ്ഡ് മയോസൈറ്റിസ്. ഓപ്ഷൻ ബി ആണെങ്കിൽ ഫ്ലാസിഡ് പാരാലിസിസ് ആൻഡ് ഫോക്കൽ മയോസൈറ്റിസ്. അതാണ് നമ്മൾ എന്താ സക്ലിമൈസിലേക്ക് നമ്മൾ ഇൻട്രാസെറിബ്രലി ഇനോക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത്. കോക്സാക്കി വൈറസ് എലാണെന്നുണ്ടെങ്കിൽ സ്പാസ്റ്റിക് പാരാലിസിസ് ആൻഡ് ജനറലൈസ്ഡ് മയോസൈറ്റിസ് ആയിരിക്കും. കോക്സാക്കി ബി വൈറസിന്റെ മാനിഫെസ്റ്റേഷനിൽ പറയുന്നത് ഫ്ലാസിഡ് പാരാലിസിസ് ആൻഡ് ഫോക്കൽ മയോസൈറ്റിസ്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Next question. The receptor for parvovirus B90 on erythroid progenitor cell is. Option A is the blood group O antigen, option B is the blood group P antigen, and option C is the blood group I antigen, and option D is the blood group LE antigen. Then option B is the correct answer. Blood group P antigen is the correct answer. The receptor for parvovirus B90, parvovirus B90 ക്ക് എറിത്രോയിഡ് പ്രോജനിറ്റർ സെൽസുമായിട്ട് നല്ല അഫിനിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവർ ഈ പാർവോവൈറസ് B90 പോയിട്ട് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് ഗ്രൂപ്പ് പി ആൻറ്റിജനുമായിട്ടാണ് അവർ ബൈൻഡ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഫിഫ്ത്ത് ഡിസീസ്, അതായത് എറിത്രീമ ഇൻഫെക്ഷ്യോസം, പ്യുവർ റെഡ് സെൽ അപ്ലാസിയ, ട്രാൻഷ്യൻ പ്ലാസ്റ്റിക് ക്രൈസിസ്, അങ്ങനെ പറഞ്ഞ കുറേ ഡിസീസുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. Next question. Skin snipe method are used for. Skin snipe method are used for detecting. 13th question ആണ്. അപ്പോൾ ഓപ്ഷൻ എ is the lava lava, option B is the onchocerca, and option C is the Naegleria, and option D is the Wuchereria bancrofti. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ഓങ്കോസെർക്കയ്ക്കാണ് നമ്മൾ സ്കിൻ സ്നൈപ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ലോവ ലവ പറയുന്ന റിവർ നമ്മുടെ ഐ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ലോവ ലവ. നെഗ്ലേറിയ എന്താണ്? PAM, primary amoebic meningoencephalitis, then Wuchereria bancrofti. Option B is the correct answer. Then 31st question. Which of the following is known as brain eating amoeba? Brain eating amoeba എന്ന് പറയുന്നത് ഏതാണ്? Option A is the Naegleria flori, option B is the Acanthamoeba, and option C is the Endamoeba, and option D is the Balamuthia. അല്ല ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെഗ്ലേറിയ ഫ്ലോറിന് നമ്മൾ എന്ത് പറയാം? ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയാറുള്ളത്. എൻഡമീബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമീബിയാസിസ്, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ അമീബിയാസിസ് ഉണ്ടാക്കും, എക്സ്ട്രാ ഇൻഡസ്ട്രിയൽ അമീബിയാസിസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. Next question. The NACO strategy used for the testing HIV infection in asymptomatic individual is. NACO strategy. NACO means National AIDS Control Organization. അത് സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ. അപ്പോൾ നമ്മളൊരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ആസ് സച്ച് അത് എന്ത് ചെയ്യാം, ഒരു കൺഫേം അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആസ് സച്ച് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കൺഫോമേറ്ററി അതേപോലെ സ്ക്രീനിങ് ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കൺഫേം ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് കൺഫോമേറ്ററീസ് എന്തായിരിക്കണം? ഹൈലി സെൻസിറ്റീവ് ആയിരിക്കണം. സെക്കൻഡ് എന്തായിരിക്കണം? ഹൈലി സ്പെസിഫിക് ആയിരിക്കണം. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എങ്ങാനും ഈക്വാക്കൽ റിസൾട്ട് എങ്ങാനും കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീൻ ടെസ്റ്റ് എങ്ങനെയായാലും നമ്മൾ കൺഫേം ചെയ്തിട്ടായിരിക്കണം കൊടുക്കണം. അപ്പോൾ നാക്കോ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജി 1 ഉണ്ട്, സ്ട്രാറ്റജി 2A ഉണ്ട്, സ്ട്രാറ്റജി 2B ഉണ്ട്, ആൻഡ് സ്ട്രാറ്റജി 3 ഉണ്ട്.
അത് നമ്മൾ സ്ട്രാറ്റജി 1 യൂസ് ചെയ്യുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രാറ്റജി 1 യൂസ് ചെയ്യുന്നത്. സ്ട്രാറ്റജി 2 നമ്മൾ ഉപയോഗിക്കുന്നത് സെറോ എപ്പിഡമിയോളജിക്കൽ സർവലൻസ്, അതായത് സെറോ എപ്പിഡമിയോളജിക്കൽ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രാറ്റജി 2 യൂസ് ചെയ്യുന്നത്. സ്ട്രാറ്റജി 2B നമ്മൾ യൂസ് ചെയ്യുന്നത് സിംറ്റമാറ്റിക് ഇൻഡിവിജ്വൽസിലാണ്. ദെൻ സ്ട്രാറ്റജി 3 നമ്മൾ യൂസ് ചെയ്യുന്നത് അസിംറ്റമാറ്റിക് ഇൻഡിവിജ്വലിലാണ്. അപ്പോൾ സ്ട്രാറ്റജി 1 നമ്മൾ ഫസ്റ്റ് ഒരു ടെസ്റ്റ് കിറ്റാണ് യൂസ് ചെയ്യാറ്, ഒരു ടെസ്റ്റ് കിറ്റേ യൂസ് ചെയ്യാറുള്ളൂ. സ്ട്രാറ്റജി 2A നമ്മൾ 2 ടെസ്റ്റ് കിറ്റ് 2 യൂസ് ചെയ്യും. സ്ട്രാറ്റജി 2B ആണെങ്കിൽ 3 ആയിരിക്കും, സ്ട്രാറ്റജി 3 ആണെങ്കിലും 3 ആയിരിക്കും. ഇത്രയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അസിംറ്റമാറ്റിക് ഇൻഡിവിജ്വലിൽ ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുക? അപ്പോൾ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which test is ideal for diagnosing enteric fever during the first week? Enteric fever എന്താ? സാൽമണല്ല ടൈഫി, ഒരു സാൽമണല്ല സ്പീഷീസ് ഉണ്ടാക്കുന്നതാണ് enteric fever. അപ്പോൾ which test is ideal for diagnosing the enteric fever during first week? 33 ക്വസ്റ്റ്യൻസ് ആണ്, 33ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ ബ്ലഡ് കൾച്ചർ, ഓപ്ഷൻ ബി ഇസ് ദ യൂറിൻ കൾച്ചർ, ആൻഡ് ഓപ്ഷൻ സി ഇസ് ദ ഫീസസ് കൾച്ചർ, ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ദ വൈഡാൽ ടെസ്റ്റ്. അപ്പോൾ ഓരോ വീക്കിലാണ് നമ്മൾ ഓരോ വീക്കിൽ ഓരോ സാമ്പിൾസ് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അപ്പോൾ ഫസ്റ്റ് വീക്ക് നമ്മൾ ഫസ്റ്റ് വീക്കിൽ യൂസ് ചെയ്യുന്ന എന്താണ്? ബ്ലഡ് കൾച്ചർ. ബ്ലഡ് കൾച്ചർ ഇല്ല, ബ്ലഡ് ആൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? ബോൺ മാരോ യൂസ് ചെയ്യാം, ബോൺ മാരോ ഡിയോഡനൽ ആസ്പിറേറ്റ്സ് യൂസ് ചെയ്യാം. ദെൻ സെക്കൻഡ് ആൻഡ് തേർഡ് വീക്കിലാണ് സെക്കൻഡ് വീക്കിൽ നമ്മൾ സീറം, അതായത് വൈഡാൽ ടെസ്റ്റ് സീറം ആന്റിബോഡി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ആന്റിജനും നോക്കാൻ പറ്റും. ദെൻ തേർഡ് ആൻഡ് ഫോർത്ത് വീക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റൂൾ ആൻഡ് യൂറിൻ കൾച്ചർ നമ്മൾ ചെയ്യുന്നത് തേർഡ് ആൻഡ് ഫോർത്ത് വീക്കിലാണ്. പിന്നെ കാരിയർ സ്റ്റേറ്റ് കണ്ടെത്താൻ വേണ്ടി നമുക്ക് എന്ത് ഇതേപോലെ തന്നെ ഫീസസ് ആൻഡ് യൂറിൻ കൾച്ചർ ചെയ്യാം. അതുകൂടാണ്ട് സീവേജ് കൾച്ചർ പറയുന്നുണ്ട്. പിന്നെ ആന്റിബോഡി ടു ക്യാപ്സുലാർ ആന്റിജൻ ഇത്രയും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്യൂറിങ് ദ ഫസ്റ്റ് വീക്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ബ്ലഡ് കൾച്ചർ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. Next question, the scientist who pointed out the importance of hand washing and thereby known as a father of hand hygiene. Option A is the Louis Pasteur, option B is the Agnes Semmelweis, and option C is the Robert Koch, and option D is the Antony van Leeuwenhoek. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇഗ്നസ് സെമൽവീസ് ആണ് ഫാദർ ഓഫ് ഹാൻഡ് ഹൈജീൻ. ദെൻ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്നത് ഫാദർ ഓഫ് മൈക്രോബയോളജി, അത് മോഡേൺ മൈക്രോബയോളജിയിൽ ഫാദർ ആണ് ആര്? ലൂയിസ് പാസ്റ്റർ. ഇഗ്നസ് നമ്മൾ നേരത്തെ പറഞ്ഞു. റോബർട്ട് കോച്ച് ദ ഫാദർ ഓഫ് ബാക്ടീരിയോളജി. ദെൻ ആന്റണി വാൻ ലീവൻഹോക്ക് വാസ് ദ ഫസ്റ്റ് സയന്റിസ്റ്റ് ഒബ്സർവ് ദ മൈക്രോ ഓർഗാനിസം ഒരു സിംഗിൾ ലെൻസ് മൈക്രോസ്കോപ്പ് വഴി ഒരു സിംഗിൾ ലെൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? ആന്റണി വാൻ ലീവൻഹോക്ക് ആണ് ആദ്യമായിട്ട് ഓർഗാനിസം ഒബ്സർവ് ചെയ്തത്. അപ്പോൾ ഇഗ്നസ് സെമൽവീസ് ആയിരുന്നു. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Next question, resolution of a electron microscope. Electron microscope resolution. അപ്പോൾ resolution എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഒബ്ജക്ട്സുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇനീഷ്യേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ റെസൊല്യൂഷൻ, ആ എബിലിറ്റിയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഇസ് ദ 0.1 നാനോമീറ്റർ, ഓപ്ഷൻ ബി ഇസ് ദ 200 നാനോമീറ്റർ, ആൻഡ് ഓപ്ഷൻ സി ഇസ് ദ 0.01 നാനോമീറ്റർ, ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ദ 10 നാനോമീറ്റർ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ഇസ് ദ 0.1 നാനോമീറ്റർ ആണ് കറക്റ്റ് ആൻസർ. Next question, fried egg 36. The fried egg colonies under microscopy belongs to A is the diphtheria bacilli, option B is the Mycoplasma pneumonia, and option C is the Bacillus anthracis, and option D is the Haemophilus influenza. അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. മൈക്കോപ്ലാസ്മ ന്യൂമോണിയയുടെ ഒരു യൂണിക് ഫീച്ചറാണ് ഫ്രൈഡ് എഗ് കോളനീസ് എന്ന് പറയുന്നത്. സോളിഡ് മീഡിയാസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡിഫ്തീരിയ ബാസിൽ ഇപ്പം ഓരോന്ന് ജസ്റ്റ് നമുക്ക് ഫീച്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ കൾച്ചർ സ്മിയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കോളനിയാണ്. മൈക്കോപ്ലാസ്മ ഫ്രൈഡ് എഗ് കോളനി പ്ലേറ്റിൽ കാണുന്ന കാര്യം പറയുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഡിഫ്തീരിയ ബാസിൽ നമ്മൾ കൾച്ചർ സ്മിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചൈനീസ് ലെറ്റർ പാറ്റേൺ, അത് യൂണിഫോം പാറ്റേൺ കാണിക്കുന്നത് ആരാണ്? ഡിഫ്തീരിയ ബാസിൽ. ദെൻ ബാസിലസ് ആന്ത്രസിൽ നിങ്ങൾ ഗ്രാം സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാംബൂ സ്റ്റിക്ക് അപ്പിയറൻസ് ആയിരിക്കും കാണിക്കുക. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ പ്ലിയോമോഫിക് ആണ്. അതേപോലെ തന്നെ സാറ്റിലിസം പ്രോപ്പർട്ടി ഉള്ളത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഒക്കെയാണ്. Then 37, metal used in autoclave tapes.
ഓട്ടോക്ലേവ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇസ് ദ മെർക്കുറിക് അസറ്റേറ്റ്, ഓപ്ഷൻ ബി ഇസ് ദ ലെഡ് അസറ്റേറ്റ്, ആൻഡ് ഓപ്ഷൻ സി ഇസ് ദ യുറാനിൽ അസറ്റേറ്റ്, ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ദ ഓസ്മിയം ടെട്രോക്സൈഡ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ലെഡ് അസറ്റേറ്റ് ആണ് നമ്മൾ ഓട്ടോക്ലേവ് ടൈപ്സിൽ യൂസ് ചെയ്യുന്നത്. Next question, which antibiotic is responsible for string of pearls appearance of anthrax bacilli? A is the amikacin, B is the tetracycline, and option C is the penicillin, and option D is the ethambutol. Option C is the correct answer, penicillin. പെൻസിലിൻ്റെ പ്രസൻസിലാണ് ഈ ആന്ത്രാക്സ് ബാക്ടീരിയ സ്ട്രിങ് ഓഫ് പേൾസ് അപ്പിയറൻസ് തരുന്നത്. അപ്പോൾ പെൻസിലിൻ്റെ ആക്ഷനിൽ ഇവരെന്ത് ചെയ്യും, സെൽ വാൾ വീക്കറായിട്ട് ഇവരെന്ത് ചെയ്യും, ഒരു സ്ഫെരിക്കൽ ആൻഡ് ലാർജ് ഫോമിലേക്ക് മാറും. അങ്ങനെ ഇവരൊരു ലെങ്ത് ഒരു ലീനിയർ ചെയിൻ പോലെ അറേഞ്ച് ചെയ്യും. അങ്ങനെയാണ് പേൾസ് അപ്പിയർ ഒരു സ്ട്രിങ് ഓഫ് പേൾസ് അപ്പിയറൻസ് വരുന്നത്. അപ്പോൾ പെൻസിലിനാണ് ഇസ് ദ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. Next question, which of the following is true regarding gelatin liquefaction? Gelatin liquefaction true ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? Is negative for cholera bacilli. Option A is positive result show liquid gelatin at 25 to 4 degrees Celsius. Option C is a positive result show solid gelatin at 25 and 4 degrees Celsius. And option D, a positive result shows a solid gelatin at a 4 degree and liquid at a 25 degrees Celsius. Gelatin liquefaction ഒരു ഓർഗാനിസം ജലാറ്റിനെ ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയാണ് നമ്മൾ ജലാറ്റിൻ ലിക്വിഫാഷൻ ടെസ്റ്റ് വഴി ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. എ പോസിറ്റീവ് റിസൾട്ട് ഷോസ് എ ലിക്വിഡ് ജലാറ്റിൻ അറ്റ് 25 and 4 degrees Celsius. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Next question, which antibody crosses the placenta? Placenta cross ചെയ്യുന്ന ആന്റിബോഡി ഏതാണ്? ഓപ്ഷൻ എ ഇസ് ദ IgG, and option B is the immunoglobulin N, and option C is the IgA, and option D is the IgE. The correct answer is option A, IgG. IgG is the antibody crosses the placenta. Placenta cross ചെയ്യുന്ന ആന്റിബോഡി എന്ന് പറയുന്നത് IgG ആണ്. അപ്പോൾ IgM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീറ്റൽ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ ഈ IgGയുടെ പ്രസൻസ് ഇൻട്രാ യൂട്രൈൻ എങ്ങാനും IgGയുടെ പ്രസൻസ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻട്രാ യൂട്രൈൻ ഇൻഫെക്ഷനെയാണ്. അപ്പോൾ IgM, IgA കൊളസ്ട്രോൾ, മിൽക്ക്, സെക്രട്ടറി IgA ഉണ്ട്, സീറം IgA ഉണ്ട്. അല്ലെങ്കിൽ സെക്രട്ടറി IgA ആണ് ടിയേഴ്സ്, സലൈവ, അവിടെ കാണുന്നത് നമുക്ക് സെക്രട്ടറി IgA ആണ്. പിന്നെ IgE എന്ന് പറഞ്ഞാൽ അലർജിക് റെസ്പോൺസിൽ വരുന്നതാണ് IgE. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. Next question, 41. Naegler's reaction is an example of. Option A is the precipitation, option B is the CFT means complement fixation test, and option C is the agglutination, and option D is the neutralization. The correct answer is option D. Option D is the neutralization is the correct answer. Naegler's reaction നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലോസ്ട്രിഡിയം പെർഫൻജസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് Naegler's reaction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഒരു യഗ്യോ കഗാറിലൊക്കെ നമ്മൾ സ്ട്രീക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒപ്പാലസൻസ് ഫോം ചെയ്യും. ഈ കോളേജ് സ്ട്രീക്ക് ലൈനിൻ്റെ അവിടെ ഒപ്പാലസൻസ് ആയിരിക്കും ഫോം ചെയ്യുക. അതാണ് Naegler's reaction എന്ന് പറഞ്ഞത്. Then 42, Prosson phenomena is due to. Option A is the excess antigen, and option B is the excess antibody, and option C is the hyperimmune reaction, and option D is the both antigen and antibody excess. അപ്പോൾ പ്രോസോൺ ഫിനോമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി എക്സസ് ആന്റിബോഡിനെ നമ്മൾ എന്താ പറയുക പ്രോസോൺ ഫിനോമിന എന്ന് പറയാം. പോസ്റ്റ്സോൺ ഫിനോമിന ഉണ്ട്, അതിന് നമ്മൾ എക്സസ് ആന്റിജൻസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ പ്രോസോൺ ഫിനോമിന എന്ന് പറയും. ഇപ്പോൾ രണ്ടും ഒപ്റ്റിമൽ കോൺസെൻട്രേഷൻ ആണെങ്കിൽ നമ്മളതിനെ സോൺ ഓഫ് ഇക്വാലൻസ് എന്ന് പറയും. അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Next question, 43. All are example for the heterophil agglutination except. Heterophil agglutination ആണ് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇസ് ദ പോൾബണൽ ടെസ്റ്റ്, ഓപ്ഷൻ ബി ഇസ് ദ വാസർമാൻ ടെസ്റ്റ്, ആൻഡ് ഓപ്ഷൻ സി ഇസ് ദ വിൽഫെലിക്സ് ടെസ്റ്റ്, ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ദ നൺ. അപ്പോൾ എന്താണ് വാസർമാൻ ടെസ്റ്റ് ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. വാസർമാൻ ടെസ്റ്റ് എന്തൊരു കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടെസ്റ്റ് ആണ്. ബാക്കി പോൾബണൽ ടെസ്റ്റും വിൽഫെലിക്സ് ടെസ്റ്റും എന്താണ് ബേസ്ഡ് ഓൺ ദ ഹെട്രോഫിൽ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്. പോൾബണൽ ടെസ്റ്റ് എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയസിലാണ് നമ്മൾ പോൾബണൽ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. വിൽഫെലിക്സ് ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യുന്നത് സ്ക്രബ് ടൈഫസിനാണ്. അതൊരു ഹെട്രോഫിൽ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ആണ്. Next question, cell 44. Cell type which lack HLA antigen. HLA antigen ഇല്ലാത്ത സെൽ ടൈപ്പ് ഏതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇസ് ദ മോണോസൈറ്റ്, ഓപ്ഷൻ ബി ഇസ് ദ ത്രോംബോസൈറ്റ്, ഓപ്ഷൻ സി ഇസ് ദ ന്യൂട്രോഫിൽ, ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ദ RBC. RBC is the correct answer. The cell type which lack HLA antigen is RBC. Then option D. Next question, type 1 hypersensitivity is mediated by which immunoglobulin? Option A is the IgA, and option B is the IgG, and option C is the IgM, and option D is the IgG. Confusion നമുക്ക് പറയാൻ പറ്റും. ഓപ്ഷൻ ഡി ഇസ് IgE. IgE ആണ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി അലർജിക് മീഡിയേറ്റഡ് ആയിട്ടുള്ള IgE ആണ് കറക്റ്റ്. Next question, a positive tuberculin test as an example of type 1 hypersensitivity and type 2 hypersensitivity and type 3 hypersensitivity. Option C and D is the type 4 hypersensitivity. The option D is the correct answer.
ടൈപ്പ് 4 ഹൈപ്പർസെൻസിറ്റിവിറ്റി ആണ്. നമ്മൾ പോസ്റ്റ് ട്യൂബർക്കുലം ടെസ്റ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ടൈപ്പ് 4 ഹൈപ്പർസെൻസിറ്റിവിറ്റി. അപ്പോൾ ഒരു സെൻസിറ്റൈസർ ഇൻഡിവിജ്വലിലേക്ക് നമ്മൾ ഇൻട്രാഡർമലി നമ്മൾ എന്ത് ചെയ്യുക, ട്യൂബർക്കുൽ ബാസിൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 48 to 72 ഹവേഴ്സിലൊരു ഇൻഡ്യൂറേഷൻ സറൗണ്ടഡ് ബൈ എറിത്തീമ ഫോം ചെയ്യും. അവിടെ ഒരു ഡിലൈറ്റ് ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് അവിടെ റെസ്പോൺസ് കാണിക്കുന്നത്. അപ്പോൾ ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഈസ് ഓൾസോ കോൾഡ് ആസ് ഡിലൈറ്റ് ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ദെൻ ടൈപ്പ് 1 ആണെന്നുണ്ടെങ്കിൽ IgE മീഡിയേറ്റഡ് ആണ്. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ IgG മീഡിയേറ്റഡ്. റയർലി നമ്മൾ എന്ത് പറയാറുണ്ട്, റയർലി നമ്മൾ IgM. ദെൻ ടൈപ്പ് 3 എന്ന് പറയുമ്പോൾ ഇമ്മ്യൂൺ കോംപ്ലക്സ് മീഡിയേറ്റഡ് ആണ് ടൈപ്പ് 3. ദെൻ ടൈപ്പ് 4 ഇപ്പോൾ പറഞ്ഞു ഡിലൈറ്റ് ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. Next question, regulatory hormones are released by. Option A is the pituitary, and option B is the hypothalamus, and option C is the thyroid gland, and option D is the adrenal gland. അപ്പോൾ ഇതിൽ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിറ്റ്യൂട്ടറി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. റെഗുലേറ്ററി ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന പിറ്റ്യൂട്ടറി എന്നാണ്. അവിടെ നിന്നാണ് ബാക്കി ആക്ഷൻസുകളൊക്കെ നടക്കുന്നത്. Next question, ideally when a patient is screened for hyperprolactinemia, how many samples need to be collected? First one is 1 fasting sample, option B is 2 samples at 1 hour interval, and option C 3 samples at 30 minutes interval, and option D 4 samples at 20 minutes interval. അപ്പോൾ ഹൈപ്പർപ്രൊലാക്റ്റിനീമിയ, ഈ പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞാൽ ലാക്ടോട്രോഫ്സ് ഓഫ് ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ലാക്ടോട്രോഫ്സ് ആണ് പ്രൊലാക്റ്റിൻ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൈപ്പർപ്രൊലാക്റ്റിനീമിയ പറഞ്ഞാൽ എന്തായിരിക്കും, ബ്ലഡിൽ എന്തായിരിക്കും പ്രൊലാക്റ്റിൻ്റെ എമൗണ്ട് എന്നായിരിക്കും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ആ നോക്കുന്ന സമയത്ത് ഒരു പേഷ്യൻറ്റ് നമ്മൾ സ്ക്രീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 സാമ്പിൾസ് അറ്റ് 30 മിനിറ്റ്സ് ഇൻ്റർവൽ ആണ് നമ്മൾ പ്രിഫർ ചെയ്യാറ്. ഐഡിയലി നമ്മൾ പറയാറുള്ളത് 3 സാമ്പിൾസ് അറ്റ് 30 മിനിറ്റ്സ് ഇൻ്റർവൽ. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Next question, insulin tolerance test is used to identify. Option A is the diabetes mellitus, option B is the insulinoma, and option C is the dwarfism, and option D is the cretinism. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് പറയാം. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുമ്പോൾ ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ട്. അതിൽ ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ഡ്യൂ ടു ഇൻസുലിൻ ഡെഫിഷ്യൻസി ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ഡ്യൂ ടു ഇൻസുലിൻ റെസിസ്റ്റൻസ്. ദെൻ ഇൻസുലിനോമ എന്ന് പറയുമ്പോൾ ഒരു റയർ ട്യൂമർ കണ്ടീഷനാണ് പാൻക്രിയാസിൻ്റെ. ദെൻ ഡോഫിസം എന്തായിരിക്കും, ഗ്രോത്ത് ഹോർമോൺസിന് കുറവായിരിക്കും ഡോഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പിറ്റ്യൂട്ടറി ഡോഫിസം ഉണ്ട്, അതേപോലെ കൺജനൈറ്റൽ ഡെഫിഷ്യൻസി ആയിട്ട് ഗ്രോത്ത് ഹോർമോൺ കൺജനൈറ്റലി ഡെഫിഷ്യൻസി ആയിട്ടും എന്ത് വരാറുണ്ട്, ഡോഫിസം വരാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ദ ക്രെറ്റിനിസം. ക്രെറ്റിനിസം എന്ന് പറയുമ്പോൾ ഹൈപ്പോതൈറോയിഡിസം ചിൽഡ്രനെയാണ് നമ്മൾ എന്താ പറയുക ക്രെറ്റിനിസം എന്ന് പറയാം. അപ്പോൾ ഇൻസുലിൻ ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസുലിൻ കൊടുത്തിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻസുലിൻ എങ്ങനെയാണ് നമ്മുടെ ബോഡി ഇൻസുലിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, ഇൻസുലിൻ എത്രത്തോളം സെൻസിറ്റീവ് ആണ്, ടോളറൻസ് എത്രത്തോളം ടോളറബിൾ ആണെന്നുള്ളത് മനസ്സിലാക്കുന്ന ടെസ്റ്റാണ് ഇൻസുലിൻ ടോളറൻസ് ടെസ്റ്റ്. നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഡോർഫിസത്തിനാണ് നമ്മൾ ഇൻസുലിൻ ടോളറൻസ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മിനറൽ ഫോർ തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡക്ഷൻ. 50 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നമ്മൾ 50ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ ഒരു ഹാഫ് ക്വസ്റ്റ്യൻസ്, നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, നമ്മൾ 50 ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ അയൺ, ഓപ്ഷൻ ബി ഇസ് ദ കാൽഷ്യം, ഓപ്ഷൻ സി ഇസ് ദ അയഡിൻ, ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ദ മഗ്നീഷ്യം. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അയഡിൻ ആണ് ഇസ് ഇമ്പോർട്ടൻറ്റ് മിനറൽ ഫോർ ദ തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡക്ഷൻ. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 51. Which of the following is not derived from granulocytic series? Option A is the monocyte, option B is the neutrophil, and option E is the eosinophil, and option D is the lymphocyte. അപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓപ്ഷൻ ഡി is the lymphocyte. Next question, deoxyuridine suppression test is used to detect. Option A is the iron deficiency anemia, option B is the megaloblastic anemia, option C is the sideroblastic anemia, and option D is the sickle cell anemia. അപ്പോൾ deoxyuridine suppression test ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈറ്റമിൻ B12 കൊബാലമിൻ ആ ഡെഫിഷ്യൻസി ഒക്കെ ഏർലി ഡയഗ്നോസ്റ്റിക് സെൻസിറ്റീവ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ ദ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ ഏർലി സെൻസിറ്റീവ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് deoxyuridine suppression ടെസ്റ്റ്. അപ്പോൾ ഈ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ DNA ഡീനോവോ സിന്തസിസിലാണ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ DNA സിന്തസിസ് വളരെ ലോ ആയിരിക്കും അല്ലെങ്കിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. സാൽവേജ് പാത്വേ ഉണ്ടാവും, പക്ഷേ സാൽവേജ് പാത്വേ ഈ ഒരു സ്റ്റേജിൽ അത്രയ്ക്ക് വലിയ സിഗ്നിഫിക്കൻ്റ് ആയി പറയുന്നില്ല. ഡീനോവോ പാത്വേക്കാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ DNA സിന്തസിസ് നടക്കുമ്പോൾ ഈ വൈറ്റമിൻ ഈ ഒരു കോംപ്ലക്സ് പ്രോസസ് ആണല്ലോ ഡീനോവോ സിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിയോക്സിയൂറിഡിനും അതേപോലെ കൊബാലമിൻ ഇതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ഡീനോവോ സിന്തസിസ്.
നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻസ് നമ്മളെ ഫൈബ്രോബ്ലാസ്റ്റിക് അല്ലെങ്കിൽ ലിംഫോബ്ലാസ്റ്റിക് സെൽസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ ഡിയോക്സി യൂറിഡിനും അതേപോലെ നമ്മൾ എന്ത് ചെയ്യും റേഡിയോ ലാബിൾഡ് തൈമിഡിനും നമ്മൾ എന്ത് ചെയ്യും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യും. അപ്പോൾ ഒരാൾ നോർമൽ പേഷ്യൻ്റ് ആയപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡിയിൽ എന്തായാലും വൈറ്റമിൻ B12 കൊബാലമിനും ഒക്കെ സഫീഷ്യൻ്റ് എമൗണ്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും ഈ ഡിയോക്സി യൂറിഡിൻ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ DNA സിന്തസിസ് പുതിയ DNAsകൾ ഉണ്ടാവും. ആ DNAs ഉണ്ടാകുമ്പോൾ തന്നെ റേഡിയാക്ടിവിറ്റി ആയിട്ടുള്ള അളവ് കുറവായിരിക്കും. അത്രയ്ക്ക് അൾട്രേറ്റ് സോഴ്സ് ആയിട്ടുള്ള റേഡിയോ ലാബിൾഡ് തൈമിഡ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ എമൗണ്ട് നമ്മൾ റേഡിയാക്ടിവിറ്റി മെഷർ ചെയ്യാന്നുണ്ടെങ്കിൽ നോർമലി എന്തായിരിക്കും കുറവായിരിക്കും നോർമൽ കണ്ടീഷനിൽ. പക്ഷെ ഒരു ഡിസീസ്ഡ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ വൈറ്റമിൻ B12 ഒന്നുമില്ല, ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും ആൾട്ടർനേറ്റ് സോഴ്സ് ആയിട്ട് നമ്മൾ ഈ ഡിയോക്സി യൂറിഡിനൊന്നും അങ്ങനെ വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള വൈറ്റമിൻ B12 ഒക്കെ ബാലമിൻസ് ഒന്നും ആ ബോഡിയിൽ അത്ര സഫീഷ്യൻ്റ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ആൾട്ടർനേറ്റ് സോഴ്സ് ആയിട്ടുള്ള തൈമിഡിന് അതായത് റേഡിയോ ലാബിൾഡ് തൈമിഡിനെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഉണ്ടാവുന്ന DNA എന്തായിരിക്കും കൂടുതലും റേഡിയോ ലാബിൾഡുകളായിരിക്കും. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് റേഡിയാക്ടിവിറ്റി മെഷറിങ് കൂടുതലായിരിക്കും. അപ്പോൾ ഇൻക്രീസ്ഡ് റേഡിയാക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിക്രീസ്ഡ് ഡിയോക്സി യൂറിഡിൻ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡെഫിഷ്യൻസി ഓഫ് ദ വൈറ്റമിൻ B12 കൊബാലമിൻ എന്തെങ്കിലും ഡെഫിഷ്യൻസി ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഇസ് ദ കറക്റ്റ് ആൻസർ. Next question, largest cell in the bone marrow. 53 question, largest cell in the bone marrow. Option A is the lymphoblast, option B is the megaloblast, option C is the megakaryocyte and option D is the erythroblast. നമുക്കൊരു കൺഫ്യൂസിങ് ആയിരിക്കും മെഗാലോബ്ലാസ്റ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കും വലിയതാണ് അതുകൊണ്ട് മെഗാലോബ്ലാസ്റ്റ് ആണെന്നുള്ളതാണ്. പക്ഷേ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. മെഗാകാരിയോസൈറ്റ് ആണ് കറക്റ്റ് ആൻസർ. Next question, 54. What is the corrected reticulocyte percentage for a patient with HB is 8 gram percentage and reticulocyte count is 10/100 RBCs? ഇതൊരു എന്താ പറയുക കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇസ് ദ 2, ഓപ്ഷൻ ബി ഇസ് ദ 3 ആൻഡ് ഓപ്ഷൻ സി ഇസ് ദ 4 ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ദ 5. അപ്പോൾ കറക്റ്റഡ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ഫോർ ദ അനീമിയ എന്ന് പറയുമ്പോൾ percentage of reticulocyte count into patient hematocrit divided by normal hematocrit. ഇതാണ് ഇക്വേഷൻ. കറക്റ്റ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് നോക്കാൻ വേണ്ടി പെർസെൻറ്റേജ് ഓഫ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് എത്രയാണ് ഇൻറ്റു പേഷ്യൻ്റ് ഹെമറ്റോക്രിറ്റ് ബൈ നോർമൽ ഹെമറ്റോക്രിറ്റ്. അപ്പോൾ നമുക്കിവിടെ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് 10/100 RBC. അപ്പോൾ എന്തായിരിക്കും 10 ആണ് ഇവിടുത്തെ കൗണ്ടായിട്ട് വരുന്നത് ഇൻറ്റു പേഷ്യൻ്റ് ഹെമറ്റോക്രിറ്റ്. നമുക്ക് HB വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഹെമറ്റോക്രിറ്റ് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? HB × 3. അപ്പോൾ 3 × 8 is equal to 24. അപ്പോൾ 10 × 24. നമ്മൾ നോർമൽ ഹെമറ്റോക്രിറ്റായി പറയണത് ഒരു 45 ഒക്കെയാണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് ഓപ്ഷൻ 5. ഓപ്ഷൻ 5 is the correct answer. അതിൽ ഒരു കറക്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി is the correct answer. അതിൽ ഓപ്ഷൻ എ ആണ് കൊടുത്തിട്ടുള്ളത്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Then 55. Which of the following is considered as a normal hemoglobin? Normal hemoglobin എന്ന് പറയുന്നത് ഏതാണ്? Option A is the carboxy hemoglobin, option B is the meth hemoglobin and option C is sulf hemoglobin and option D is the deoxy hemoglobin. അല്ല ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ കാർബോക്സി ഹീമോഗ്ലോബിൻ. അപ്പോൾ കാർബോക്സി ഹീമോഗ്ലോബിൻ നമുക്ക് ആ പേരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാർബോക്സി ഹീമോഗ്ലോബിൻ എന്തായിരിക്കും? കാർബൺ മോണോക്സൈഡും ഹീമോഗ്ലോബിനും കൂടി ആയിരിക്കും കാർബോക്സി ഹീമോഗ്ലോബിനിൽ ഉണ്ടാവുക. ഈ കാർബൺ മോണോക്സൈഡിന് നമ്മൾ പറയുന്നത് 200 ടൈംസ് അഫിനിറ്റി ഉണ്ട്. ആരുമായി കമ്പയർ ചെയ്യുമ്പോൾ ഓക്സിജനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 200 ടൈംസ് അഫിനിറ്റി ഉണ്ട് ഹീമോഗ്ലോബിനുമായിട്ട്. അപ്പോൾ കാർബോക്സി ഹീമോഗ്ലോബിനാണ് കാർബൺ മോണോക്സൈഡും ഹീമോഗ്ലോബിനും. മെത്ത് ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക Fe2+ എന്താ Fe3+ സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴാണ് മെത്ത് ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നത്. പിന്നെ സൾഫ് ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ് ആക്ട് ഓൺ ഓക്സി ഹീമോഗ്ലോബിൻ. അപ്പോഴാണ് സൾഫ് ഹീമോഗ്ലോബിൻ. ഡിയോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ഓക്സിജൻ. അപ്പോൾ എന്താ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഡിയോക്സി ഹീമോഗ്ലോബിൻ ആണ് നമ്മൾ നോർമൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 56. What is the major type of leukocyte seen in the peripheral smear of a patient with aplastic anemia?
അപ്പോൾ എന്താണ് നമ്മൾ അപ്ലാസ്റ്റിക് അനീമിയ എന്ന് അറിയണം. അപ്പോൾ നമ്മൾ പറയാം ബോൺ മാരോയിൽ റെഡ് ബോൺ മാരോ ഉണ്ട്, യെല്ലോ ബോൺ മാരോ ഉണ്ട്. റെഡ് ബോൺ മാരോ എന്ന് പറയുമ്പോൾ മെയിൻലി ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസ്, നമ്മൾ എല്ലാ ബ്ലഡ് സെൽസും ഫോം ചെയ്യുന്നത് ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസ് എന്നായിട്ടുള്ളതും. പിന്നെ യെല്ലോ മാരോ എന്ന് പറയുമ്പോൾ കൂടുതലും ഫാറ്റ് സ്പേസുകളായിരിക്കും. അപ്പോൾ ഈ അപ്ലാസ്റ്റിക് അനീമിയ കണ്ടീഷൻസിൽ ഈ റെഡ് മാരോ എന്തായിട്ട് മാറും, കംപ്ലീറ്റ്ലി യെല്ലോ മാരായിട്ട് റീപ്ലേസ് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും ബോൺ മാരോ ബിക്കും ഹൈപ്പോ സെല്ലുലാർ ആയിരിക്കും, പാൻസിറ്റോപീനിയ കണ്ടീഷൻസ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസ്. അപ്പോൾ മൈലോയിഡ് സീരീസും ഉണ്ട്, അതേപോലെ ലിംഫോയിഡ് സീരീസും ഉണ്ട്. മൈലോയിഡ് സീരീസ് ആണെങ്കിൽ മിക്ക സെൽസുകളും ഫോം ചെയ്യുന്നത് മൈലോയിഡ് സീരീസ് എന്നായിരിക്കും. ഈ ലിംഫോസൈറ്റ്സ് ഫോം ചെയ്യുന്നത് ലിംഫോയിഡ് സീരീസിൽ നിന്നാണ്. അപ്പോൾ കമ്പയർഡ് ടു ഈ മൈലോയിഡുമായി കമ്പയർ ചെയ്യുമ്പോൾ ലിംഫോസൈറ്റ്സുകൾ ലിംഫോയിഡ് സീരീസ് നിന്നാണ് വരും ചെയ്യുന്നത്. അതേപോലെ തന്നെ ലൈഫ് സ്പാൻ ഒന്നും കൂടി കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ലിംഫോസൈറ്റ്സ് ആയിരിക്കും. Major type of leukocytes in the peripheral smear of patient with aplastic anemia. Up option B is the correct answer. Next question 57. What is the characteristic finding seen in the peripheral smear of a patient with multiple myeloma? അപ്പോൾ എന്താണ് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞാൽ നിയോപ്ലാസ്റ്റിക് കണ്ടീഷൻ ഓഫ് എ ക്യാൻസർ, ഒരു നിയോപ്ലാസ്റ്റിക് കണ്ടീഷൻ ഓഫ് പ്ലാസ്മ സെൽസ് ആണ് മൾട്ടിപ്പിൾ മൈലോമ. അത് നമുക്ക് എന്ത് പറയാം, ലൈറ്റ് ചെയിൻ ഡിസീസ് എന്ന് പറയാറുണ്ട്. അതായത് എക്സസീവ് ആയിട്ട് ലൈറ്റ് ചെയിൻസ് എന്ത് ചെയ്യും, യൂറിനിലൂടെ അക്യുമുലേറ്റ് ചെയ്തിട്ട് യൂറിനിലൂടെയൊക്കെ എക്സ്ക്രീറ്റ് ചെയ്യും. അപ്പോൾ മൾട്ടിപ്പിൾ മൈലോമ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ഇമ്യൂണോഗ്ലോബുലിൻസ് ആണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ RBCs എന്ത് ചെയ്യും, ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യും, 1 to 1 ഒന്നിനൊന്ന് മേലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വരുന്നതിൻ്റെ ഫലമായിട്ട് ഒരു ലീനിയർ ഫാഷൻ വരുമ്പോൾ ഒരു റൂളെക്സ് ഫോർമേഷനിലേക്ക് വരും. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് സെൽസ്, ഓപ്ഷൻ ബി ഇസ് ദ ഇൻട്രാസെല്ലുലർ ഇൻക്ലൂഷൻ ബോഡി, ആൻഡ് ഓപ്ഷൻ സി ഇസ് ദ റൂളെക്സ് ഫോർമേഷൻ, ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ദ ഹൈപ്പർ സെഗ്മെന്റഡ് ന്യൂട്രോഫിൽ. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. Next question 58. According to WHO criteria, blast cell percentage in a bone marrow to establish case of leukemia. ഒരു ലുക്കീമിയ കേസിൽ നമ്മൾ എത്ര ബ്ലാസ്റ്റ് സെൽ പെർസെൻറ്റേജ് ഉണ്ടെന്നാണ് WHO ക്രൈറ്റീരിയ ഉണ്ട്. അത് പ്രകാരം പറഞ്ഞത് 20%. അത് ബി, ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Next question 59. Total number of tiny squares used for RBC counting by improved Newbar chamber. ഇതിൽ ഓപ്ഷനിൽ ഒരു കുഴപ്പമുണ്ട്, ഓപ്ഷനിൽ നമ്മൾ ഒരു തെറ്റുണ്ട്. അതായത് ടൈനി സ്ക്വയർസ് യൂസ്ഡ് ഫോർ RBC കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്മൾ ന്യൂബാർ കൗണ്ടിങ് ചേമ്പർ പറയുകയാണെങ്കിൽ സെൻറ്ററിലുള്ള നമ്മൾ സെൻട്രൽ സ്ക്വയർ ആണ് നമ്മൾ RBC കൗണ്ട് ചെയ്യാൻ വേണ്ടി എടുക്കാറുള്ളത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോർണറിലുള്ള നമ്മൾ 4 സ്ക്വയേഴ്സ് ഉണ്ടല്ലോ, ആ 4 സ്ക്വയേഴ്സും സെൻട്രൽ സ്ക്വയറാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ആ ഏരിയ ഫുൾ പറയുകയാണെങ്കിൽ 25 into 60, 25 സ്ക്വയേഴ്സിനെ 60 ആക്കി ഡിവൈഡ് ചെയ്തിട്ട് 400 എന്നാണ് പറയേണ്ടത്. പക്ഷെ RBC കൗണ്ടിങ് നമുക്കറിയാം, RBC എവിടെയാണ് കൗണ്ട് ചെയ്യാറുള്ളത്, കോർണറിലുള്ള 4 സ്ക്വയറും പ്ലസ് സെൻറ്ററും കൂടിയാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു 9, ശരിക്കും ഒരു 80 ആണ് കറക്റ്റ് ആൻസർ വരേണ്ടത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലില്ലാത്തത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ പറയണം, ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ്, അതായത് സെൻറ്ററിൽ എത്ര ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ 400 എന്നാണ് ഓപ്ഷൻ എടുക്കാം. പക്ഷേ ഫോർ RBC കൗണ്ടിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓപ്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല. Next question. In VCS technology used by hematology analysis, the letter V indicate. VCS technology എന്ന് പറയുമ്പോൾ ഈ ഒരു ഹെമറ്റോളജിക് അനലൈസർ ആണ്. അതിൽ V എന്നാണ് എന്താ വെച്ചാൽ V is equal to volume. V is equal to volume, C is equal to conductivity, and S is equal to scatter. അതാണ് VCS technology എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓപ്ഷൻ സി is the correct answer. Next question 61. What test is commonly used to monitor warfarin therapy? Warfarin therapyക്ക് ഏത് ടെസ്റ്റാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഓപ്ഷൻ എ is the INR, ഓപ്ഷൻ ബി is the APTT, and ഓപ്ഷൻ സി is the TT, and ഓപ്ഷൻ ഡി is the ACAR in time. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. INR ടെസ്റ്റ് ആണ് നമ്മൾ commonly used to monitor the warfarin therapy. Option A is the correct answer. Next question 62. Acid wash glasswares are used for. Option A is the urine analysis, option B is the estimation of glucose, and option C is the estimation of copper, and option D is the estimation of urea. The correct answer is estimation of copper. Option C ആണ് correct answer. Acid wash glasswares നമ്മൾ യൂസ് ചെയ്യുന്നത് copper estimation വേണ്ടിയിട്ടാണ്. Next question 63. Thoma pipette is used for. Option A is the RBC counting, option B is the WBC counting, and option C is the platelet counting, and option D is the all the above. The correct answer is option D. All the above is the correct answer. Next question 64.
biotechnology waste are collected in option A is the black bag, option B is the green bag, option C is the red bag and option D is the yellow bag. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. യെല്ലോ ബാഗിലാണ് നമ്മൾ ബയോടെക്നോളജി വേസ്റ്റുകൾ കളക്ട് ചെയ്യാറുള്ളത്. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ബാഗ്, അത് സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ, അതൊക്കെയാണ് സൈറ്റോടോക്സിക് ഡ്രഗ്സുകളൊക്കെയാണ് നമ്മൾ ഇൻസിനറേഷൻ ആഷ്, അതാണ് ബ്ലാക്ക് ബാഗ് നമ്മൾ കളക്ട് ചെയ്യാറുള്ളത്. ഗ്രീൻ ബാഗ്സ്, ഗ്രീൻ അപ്പോൾ എക്കോ മീൻസ് വെജിറ്റബിൾസ്, ഗ്രീൻ വെജിറ്റബിൾസ്, ലീവ്സ്, അതൊക്കെയാണ് ഗ്രീൻ ബാഗ്. റെഡ് ബാഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ് ആൻഡ് പ്ലാസ്റ്റിക് വേസ്റ്റുകളായിരിക്കും നമ്മൾ റെഡ് ബാഗിൽ കളക്ട് ചെയ്യാറ്. Next one is 65. What is the amount of bleaching powder required to make 1 liter of 5% hypochlorite solution? അത് 5% hypochlorite solution ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ഓഫ് ബ്ലീച്ചിങ് പൗഡർ വേണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറയുമ്പോൾ റിക്വയർഡ് എമൗണ്ട് എത്രയാണ് വേണ്ടത്, എത്ര എമൗണ്ട് ആണ് ഹൈപ്പോക്ലോറൈറ്റ് ഉണ്ടാക്കേണ്ടത് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എത്രയാണ് നോർമലി ഒരു ബ്ലീച്ചിൽ ഉണ്ടാവുന്ന ഹൈപ്പോക്ലോറൈറ്റ് ഇൻ ബ്ലീച്ച്. അപ്പോൾ റിക്വയർഡ് എമൗണ്ട് 5% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്. അപ്പോൾ 5 × 1000 ഡിവൈഡഡ് ബൈ ഹൈപ്പോക്ലോറൈറ്റ് ഇൻ ബ്ലീച്ച്. നമ്മൾ നോർമൽ ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുന്ന ഹൈപ്പോക്ലോറൈറ്റ് 36 to 35 to 36 റേഞ്ച് ആണ് നമ്മൾ പറയാറ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 35 or 36 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 36 or 35 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 143 ആ റേഞ്ചിലായിരിക്കും വരിക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. 150 gram ആ ഒരു റേഞ്ചിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. Next question, which of the following is the corrosive chemicals? Option A is the HCl, option B is the HNO3 and option C is the H2SO4 and option D is the all the above. The correct answer is option D, all the above. The HCl, HNO3, H2SO4 can also act as a corrosive chemicals. എല്ലാം നമുക്ക് corrosive chemicals ഉൾപ്പെടുത്താൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി is the correct answer. Next question 67. For urine analysis, which grade of water is used? അപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ ഗ്രേഡിങ് അറിയണം. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്, ടൈപ്പ് 3 ഉണ്ട്. അതിൽ ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ പ്യുവർ ഫോം ആണ്. അൾട്രാ പ്യുവർ ഫോമിന് നമ്മൾ ടൈപ്പ് 1 എന്ന് പറയാം. ടൈപ്പ് 3 എന്ന് പറയുമ്പോൾ ലീസ്റ്റ് ഫോം ആണ് ടൈപ്പ് 3. ദെൻ ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും. അപ്പോൾ ടൈപ്പ് 1 നമ്മൾ യൂസ് ചെയ്യുന്നത് മാസ് സ്പെക്ട്രോമെട്രി, HPLC ആ കണ്ടീഷൻസിലൊക്കെ ടൈപ്പ് 1 യൂസ് ചെയ്യുന്നത്. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ മീഡിയ പ്രിപ്പറേഷൻ അതുപോലെ ബഫേഴ്സിനൊക്കെയാണ്. ടൈപ്പ് 3 ആണ് നമ്മൾ എന്താ പറയുക യൂറിൻ അനാലിസിസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈപ്പ് 3 ആണ്. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. Next question 68. First pyrrole compound formed during the heme synthesis. അപ്പോൾ നമ്മൾ ഹീം സിന്തസിസ്, ഹീം എന്താണ്, ഒരു ഹീമോഗ്ലോബിൻ ഒരു കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻ ആണ്. ഹീമോഗ്ലോബിൻ എന്താണ്, 2 പാർട്ട് ഉണ്ട്, പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഗ്ലോബിൻ അതായത് പ്രോട്ടീൻ ഒരു ഗ്ലോബിൻ പാർട്ടും ഉണ്ട്. അപ്പോൾ പ്രോസ്തറ്റിക് ഗ്രൂപ്പിന് നമ്മൾ എന്താ പറയുക, ഹീം എന്നാ പറയുക. അപ്പോൾ ഫസ്റ്റ് പൈറോൾ കോമ്പൗണ്ട് ഫോം ഡ്യൂറിങ് ദ ഹീം സിന്തസിസ്. അപ്പോൾ ജസ്റ്റ് ഹീം സിന്തസിസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സക്സിനിൽ കോഎൻസൈം എയും ഗ്ലൈസിനും കൂടി കണ്ടൻസ് ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് സക്സിനിൽ കോഎൻസൈമും ഗ്ലൈസിനും കൂടി ഇൻ പ്രസൻസ് ഓഫ് പിറിഡോക്സൽ ഫോസ്ഫേറ്റിൻ്റെ ഒക്കെ പ്രസൻസിൽ എന്തായിട്ട് മാറും, ALA ഡെൽറ്റ അമിനോ ലെബുലിനിക് ആസിഡായി മാറും. ഈ 2 ALA മോളിക്യൂൾസ് പോർഫോബിലിനോജൻ ആവും. ALA ഡീഹൈഡ്രേറ്റേസിന്റെ പ്രസൻസിൽ പോർഫോബിലിനോജൻ ആയി മാറും. പോർഫോബിലിനോജന് 4 മോളിക്യൂൾസ് ഓഫ് പോർഫോബിലിനോജൻ ഡിഅമിനേസിന്റെ പ്രസൻസിൽ എന്തായിട്ട് മാറും, പോർഫോബിലിനോജന്റെ പ്രസൻസിൽ യൂറോപോർഫോബിലിനോജൻ 3. ആ യൂറോപോർഫോബിലിനോജൻ 3 പിന്നെ ഡീകാർബോക്സിലേസിന്റെ പ്രസൻസിൽ കോപ്രോപോർഫോബിലിനോജനായി മാറും. ഈ കോപ്രോപോർഫോബിലിനോജൻ പിന്നെ
ഓക്സിഡേസിന്റെ പ്രസൻസിൽ എന്തായി മാറും? പ്രോട്ടോപോർഫൈറിനോജനായി മാറും. പ്രോട്ടോപോർഫൈറിനോജൻ പിന്നെ ഓക്സിഡേസിന്റെ പ്രസൻസിൽ പ്രോട്ടോപോർഫൈറിനായി മാറും. ഈ പ്രോട്ടോപോർഫൈറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അയൺസ് Fe2+ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹീം പാർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പൈറോൾ കോമ്പൗണ്ട് ഫോം ഡ്യൂറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? PPG, അതായത് പോർഫോബിലിനോജൻ ആണ് നമ്മുടെ ഫസ്റ്റ് പൈറോൾ കോമ്പൗണ്ട് പറഞ്ഞാൽ. അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Next question, test used to detect BPG in urine. Option A is the Watson and Shorts test, option B is the Ehrlich test, and option C is the Biuret test, and option D is the Filman test. അല്ല, ഓപ്ഷൻ എ വാട്സൺ ഷോർട്സ് ടെസ്റ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. നമ്മൾ PPGക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്സൺ ആൻഡ് ഷോർട്സ് ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യൂറോബിലിനോജനും പോർഫോബിലിനോജനും കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്സൺ ആൻഡ് ഷോർട്സ് ടെസ്റ്റ് യൂസ് ചെയ്യാം. ഹെർലിഷ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് യൂറോബിലിനോജനാണ്. ബയോറെറ്റ് ടെസ്റ്റ് എന്നാണ് പ്രോട്ടീൻ എസ്റ്റിമേഷൻ. ദെൻ അഫിൽമൻസ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാക്റ്റിക് ആസിഡ് ആൻഡ് ഗ്യാസ്ട്രിക് കണ്ടന്റ്. ഗ്യാസ്ട്രിക് കണ്ടന്റുള്ള ലാക്റ്റിക് ആസിഡ് എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ ഡി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. Then 70, end product of heme catabolism. Heme catabolism end product എന്ന് പറയുന്നത് bilirubin. Option C is the correct answer. Then 71, amount of oxygen carried by 1 gram of hemoglobin. 1 gram of hemoglobin carry ചെയ്യുന്ന ഓക്സിജന്റെ എമൗണ്ട് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. 1.34 ml ഓക്സിജൻ ആണ് നമ്മൾ 1 gram of hemoglobin വഴി ക്യാരി ചെയ്യുന്നത്. 1.34 ml ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ ഇസ് ദ pH of acid is used in Sally's method. സാലീസ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡിന്റെ pH എത്രയാണെന്ന് ചോദിച്ചത്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ 1. Next question 73, which test is used to differentiate the myoglobin and hemoglobin urine? Option A is the full saturation with ammonium sulfate, option B is the half saturation with ammonium sulfate, and option C is the 80% saturation with ammonium sulfate, and D 90% saturation with the ammonium sulfate. അപ്പോൾ option C is the correct answer. 80% saturation with ammonium sulfate is the correct answer. അതാണ് മയോഗ്ലോബിനും ഹീമോഗ്ലോബിനും യൂറിനിൽ വേർതിരിച്ചത്. മയോഗ്ലോബിൻ എന്ന് പറയുന്നത് മസിൽസിൽ നിന്ന് വരുന്നതാണ്. ഹീമോഗ്ലോബിൻ പിന്നെ അറിയാമല്ലോ. Then 74, most abundant trace element human body. Option A is the iodine, option B is the iron, and option C is the cobalt, and option D is the calcium. അപ്പോൾ answer is option B. Iron is the most abundant trace element in the human body. അപ്പോൾ correct answer എന്തായിരിക്കും? Option B. Next question 75, which of the following vitamins enhances the iron absorption? Iron absorption enhance ചെയ്യുന്ന vitamin അതാണ് question. Option A is the thiamine, option B is the riboflavin, option C is the folic acid, and option D is the ascorbic acid. The answer is option D. Ascorbic acid ആണ് നമ്മുടെ iron absorption വേണ്ടിയിട്ട് help ചെയ്യുന്ന vitamins. Then 76, Fiske-Subarov method is used for the estimation of option A is the calcium, option B is the magnesium, and option C is the phosphorus, and option D is the iron. അപ്പോൾ എന്താണ് Fiske-Subarov മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യാറുള്ളത്? ഓപ്ഷൻ സി, ഫോസ്ഫറസിനാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. കാൽഷ്യത്തിന് നമ്മൾ OCPC മെത്തേഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 77, which of the following conditions lead to hyperuricemic arthritis? Hyperuricemic arthritisന് കാരണമായിട്ടുള്ള കണ്ടീഷൻ ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇസ് ദ ഗൗട്ട്, ഓപ്ഷൻ ബി ഇസ് ദ ഡയബറ്റീസ്, ഓപ്ഷൻ സി ഇസ് ദ ഹെപ്പറ്റൈറ്റിസ്, ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ദ പാൻക്രിയാറ്റൈറ്റിസ്. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഗൗട്ടിലാണ് ഹൈപ്പർയൂറിസിമിക് ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത്. ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിൻസിന് ഇൻഫ്ലമേഷൻ ആയിരിക്കും ആർത്രൈറ്റിസ്. Next question 78, which of the following is a nucleic acid binding protein? Option A is the histidine, option B is the histone, option C is the creatinine, and option D is the histamine. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഹിസ്റ്റഡിൻ ആൻഡ് ഹിസ്റ്റോൺ പേരൊക്കെ നമുക്കൊരു സിമിലാരിറ്റി തോന്നും, പക്ഷേ കറക്റ്റ് ഹിസ്റ്റഡിൻ എന്താണ്? ഒരു അമിനോസിൻ ആണ്. ഹിസ്റ്റോൺ ആണ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Next question 79, which enzyme is known as molecular scissors? Option A is the exonucleases, option B is the endonucleases, and option C is the restriction endonucleases, and option D is the papain. അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. മോളിക്കുലർ സിസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, എൻഡോന്യൂക്ലിയസസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18, പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോട്ടീൻ ഫ്രം RNA is called.
Option A is the transcription, option B is the translation, option C is the replication, option D is the reverse transcription. അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ എന്തായിരിക്കും? ബി, ട്രാൻസ്ലേഷൻ. പ്രോട്ടീൻ RNA അതായത് DNA RNA ആയി മാറുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ. ദെൻ RNA ട്രാൻസ്ലേഷൻ വഴി പ്രോട്ടീൻ ആയിട്ട് മാറും. ഈ RNA cDNA ആയി മാറുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വഴിയാണ്. അപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 81. ഷേപ്പ് ഓഫ് ആൻ ഐഡിയൽ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ കർവിന്റെ ഐഡിയൽ ഷേപ്പ് എന്താണ്? അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ ബി ഈസ് ദ ബെൽ ഷേപ്ഡ്. ബെൽ ഷേപ്ഡ് ആയിരിക്കും ഓപ്ഷൻ ബി. സിഗ്മോയിഡ് കർവ് ഒക്കെ വരുന്ന നമ്മളെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവിനൊക്കെ നമ്മൾ സിഗ്മോയിഡ് കർവ് പറയാറുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. Next question 82. What is the concentration of normal saline used in the blood bank? Blood bank use ചെയ്യുന്ന normal saline concentration. Option A is the 9 gram per liter, option B is the 0.9 gram per liter, option C is the 9 gram per ml, and option D is 0.09 gram per ml. അപ്പോൾ option A is the correct answer. 9 gram per liter ആണ് നമ്മൾ blood bank യൂസ് ചെയ്യാറ്. Then 83. The glucose molecules react with the phenyl hydrogen hydrochloride to form. Option A is the needle shaped crystal, option B is the rhombic shaped, and option C is the uncombed hair shape, and option D is the sunflower shape. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നീഡിൽ ഷേപ്ഡ് ക്രിസ്റ്റൽസ് ആയിരിക്കും എന്താ ചെയ്യുക ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഫോം ചെയ്യുക. ഈ സൺഫ്ലവർ ഷേപ്പ് മാൾട്ടോസ് ആണ് ഫോം ചെയ്യാറുള്ളത്. പിന്നെ അൺകോംബ്ഡ് ഹെയർ ഷേപ്പ് നമ്മൾ പറയുന്നത് ലാക്ടോസ് മോളിക്യൂൾസ് ആയിരിക്കും. Next question 84. One of the chemicals present in the Benedict's reagent. അപ്പോൾ Benedict's reagent വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കേണ്ടത്. Benedict reagent എന്തൊക്കെ വരും? കോപ്പർ സൾഫേറ്റ് പറയാറുണ്ട്, സോഡിയം സിട്രേറ്റ്, then സോഡിയം കാർബണേറ്റ്. സോഡിയം സിട്രേറ്റ് എന്തായിരിക്കും? ഷെൽഫ് ലൈഫ് കൊടുക്കാനാണ്. then സോഡിയം കാർബണേറ്റ് ആൽക്കലൈൻ കണ്ടീഷൻ, then കോപ്പർ സൾഫേറ്റ് എന്തായിരിക്കും? കുപ്രിക് അയോൺസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും കോപ്പർ സൾഫേറ്റ് എന്താണ്? ഓപ്ഷൻ ബി. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 85. The best food source of calcium. Option A is the carrot, option B is the nuts, and option C is the meat, and option D milk. അപ്പോൾ മിൽക്ക് ആണ് കറക്റ്റ് ആൻസർ. ബെസ്റ്റ് ഫുഡ് സോഴ്സ് ഫോർ ദ കാൽഷ്യം എന്ന് പറയുന്നത് മിൽക്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 86. Which of the following instrument is known as a universal analyzer? Option A is the spectrophotometer, option B is the colorimeter, and option C is the mass spectrophotometer, and option D is the oximeter. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സൽ അനലൈസർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യൂണിവേഴ്സൽ അനലൈസർ ഏതാണ്? മാസ് സ്പെക്ട്രോഫോട്ടോമീറ്റർ ആണ് നമ്മൾ യൂണിവേഴ്സൽ അനലൈസർ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 87. Which of the following statement is false regarding ABG? അതായത് ആസിഡ് ബ്ലഡ് ഗ്യാസ് അനാലിസിന് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഫോൾസ് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ ഇസ് ദ ആർട്ടേറിയൽ ബ്ലഡ് ഡിസ്യൂസർ. പേരിന് അറിയാമോ? ആസിഡ് ബ്ലഡ് ഗ്യാസ് അനാലിസിസ് അല്ല. അപ്പോൾ നമ്മൾ ആർട്ടേറിയൽ ബ്ലഡ് ആണ് നമ്മൾ ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആണ്. സാമ്പിൾ മസ്റ്റ് ബി ട്രാൻസ്പോർട്ടഡ് അറ്റ് 2 to 4 degrees Celsius കറക്റ്റ് ആണ്. ഇഫ് നോട്ട് സീലഡ് PCO2 കോൺസെൻട്രേഷൻ എലവേറ്റ്സ്. അതാണ് നമ്മൾ ഫാൾസ് ആയിട്ട് പറയുന്നത്. ഹെപ്പാരിൻ ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ആന്റിബയോ, അതും കറക്റ്റ്. അപ്പോൾ ഫാൾസ് റിഗാർഡിംഗ് ദ ABG അനാലിസിസ് ഓപ്ഷൻ സി. ഇഫ് നോട്ട് സീലഡ് PCO2 കോൺസെൻട്രേഷൻ ഈസ് എലവേറ്റഡ്. ദ ഓപ്ഷൻ ഈസ് സി. Next question 88. In serum protein concentration are expressed in milligram percentage, millimole per liter, gram percentage, and milli equivalent per liter. അപ്പോൾ the serum protein concentration നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുള്ളത് ഗ്രാം പെർസെൻറ്റേജിലാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഗ്രാം പെർസെൻറ്റേജിലാണ് നമ്മൾ serum protein concentration എക്സ്പ്രസ് ചെയ്യാറ്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 89. Ketone bodies are the product of this metabolism. എന്തിൻ്റെ മെറ്റബോളിക് പ്രൊഡക്റ്റ് ആണ് ketone bodies? First one is the carbohydrate, second one is the B fat, and option C is the protein, and option D is the calcium. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. ഫാറ്റ് മെറ്റബോളിസത്തിന്റെ പ്രൊഡക്റ്റ് ആണ് ആര്? കീറ്റോൺ ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കീറ്റോൺ ബോഡീസ് അസറ്റോൺ ഉണ്ട്, അതേപോലെ അസറ്റോ അസറ്റേറ്റ് ഉണ്ട്, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല അസറ്റോൺ എന്തായിരിക്കും? പ്രൈമറി കീറ്റോൺ. അസറ്റോണും ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടേറ്റും സെക്കൻഡറി കീറ്റോൺ ബോഡീസ് ആണ്. അസറ്റോ അസറ്റേറ്റ് ആയിരിക്കും പ്രൈമറി കീറ്റോൺ ബോഡീസ് ആയിട്ട് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 90. Unit of radioactive exposure to human body. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ ക്യൂറി, ആൻഡ് ഓപ്ഷൻ ഇസ് ദ ബെക്കറൽ, ആൻഡ് ഓപ്ഷൻ ഇസ് ദ സിവേർട്ട്, ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ദ റാഡ്. അപ്പോൾ യൂണിറ്റ് ഓഫ് റേഡിയോആക്റ്റീവ് എക്സ്പോഷർ ടു ഹ്യൂമൻ ബോഡിയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. സിവേർട്ട് ആണ്
റേഡിയേറ്റീവ് എക്സ്പോഷർ ടു ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ്. Next question 91. Which of the following hormonal action is mediated by tyrosine kinase? Tyrosine kinase വഴി mediate ചെയ്യുന്ന hormonal action ഏതാണ്? Option A is the insulin, option B is the FSH, and option C is the glucocorticoids, and option D is the oxytocin. അപ്പോൾ correct answer is option A. ഇൻസുലിൻ ആണ്. ഇൻസുലിൻ്റെ ആക്ഷൻ is mediated by the tyrosine kinase mediate ചെയ്യുന്നത് ഇൻസുലിൻ്റെ ആക്ഷൻ ആണ്. Next question, which of the following vitamins known as anti-sterility vitamin? Anti-sterility vitamin എന്ന് പറയുന്നത് ഏതാണ്? Option A is the vitamin A, and option B is the vitamin E, and option C is the vitamin K, and option D is the vitamin D. അപ്പോൾ നമുക്ക് ഓരോ വൈറ്റമിൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ എ നമ്മൾ പറഞ്ഞ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളെ വിഷ്വൽ ആക്ഷൻസ്, വിഷ്വൽ സൈക്കിൾസിലൊക്കെ ഇമ്പോർട്ടൻറ്റ് വരുന്നത് വൈറ്റമിൻ എ ആണ്. പിന്നെ വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ ആൻറ്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി, ദെൻ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് പറയുന്നതും ആര് തന്നെയാണ്? വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ കെ എന്ന് പറയുമ്പോൾ ക്ലോട്ടിങ് റിലേറ്റഡ് ആയിട്ട് വരുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. ദെൻ വൈറ്റമിൻ ഡി ബോണിലൊക്കെ വരുന്നതാണ് വൈറ്റമിൻ ഡി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ഏതാണെന്ന് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. വൈറ്റമിൻ ഇ ആണ് കറക്റ്റ് ആൻസർ. Next question 93. Enzyme present in the semen. Option A is the ALP, option B is the AST, and option C is the ACP, and option D is the PSA. അപ്പോൾ enzyme present in the semen is equal to എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്, ACP. ആസിഡ് ഫോസ്ഫറ്റേസിലാണ് നമ്മൾ എന്ത് കാണുന്നത്? ആസിഡ് ഫോസ്ഫറ്റേസ് എൻസൈം കാണുന്നത് സെമനിലാണ്. ALP ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ലിവർ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ALP. AST അതേപോലെ തന്നെ ലിവറും ഉണ്ട്, കൂടുതലായിട്ടും ഹാർട്ട് ഡിസീസിലാണ് AST പറയാറുള്ളത്. പിന്നെ ACP നമ്മൾ പറഞ്ഞു സെമനിലായിരിക്കും. പിന്നെ PC ഒരു ട്യൂമർ മാർക്കറാണ്, പ്രോസ്റ്റാറ്റിക് ആയിട്ട് വരുന്ന ഒരു ട്യൂമർ മാർക്കറായിട്ടാണ് നമ്മൾ പറയാറ്. അപ്പോൾ 93 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. Then 94. Which enzyme shows a flipped pattern in myocardial infarction? Option A is the LDH, option B is the ACT, and option C is the troponin T, and option D is the CKMB. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. LDH ആണ് ഫ്ലിപ്പഡ് പാറ്റേൺ കാണിക്കുന്നത്. അപ്പോൾ LDH ഒരു ഐസോ എൻസൈംസുകൾ ഉണ്ട്. അപ്പോൾ LDH1 പറയുന്നത് ഹാർട്ട് മസിൽസിലായിരിക്കും. 2 എന്ന് പറയുമ്പോൾ RBC, then 3 എന്ന് പറയുമ്പോൾ ബ്രെയിൻ, then 4 skeletal muscle, then 5 liver. ഇതാണ് LDH ഐസോ എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ കണ്ടീഷനിൽ നമ്മളൊരു ഗ്രാഫൊക്കെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ LDH2 എന്ത് ചെയ്യും? കൂടുതലായിരിക്കും. ഇതിപ്പോൾ LDH1ഉം LDH2 ആണെങ്കിൽ LDH2 എന്തായിരിക്കും? LDH1 എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ LDH1 LDH2മായി കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. അതാണ് ഫ്ലിപ്പഡ് പാറ്റേൺ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ. അപ്പോൾ LDH ആണ് കറക്റ്റ് ആൻസർ. 94ന്റെ കറക്റ്റ് ആൻസർ LDH, ലാക്റ്റേറ്റ് ഡിഹൈഡ്രോജീനേസ് ആണ് കറക്റ്റ് ആൻസർ. Then 95. Which of the following regarding respiratory acidosis? റെസ്പിറേറ്ററി അസിഡോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അസിഡോസിസ് പറയുകയാണെങ്കിൽ മെറ്റബോളിക് അസിഡോസിസ് ഉണ്ട്, അതിൽ റെസ്പിറേറ്ററി അസിഡോസിസ് ഉണ്ട്. മെറ്റബോളിക് അസിഡോസിസ് എന്ന് പറയുമ്പോൾ ബൈകാർബണേറ്റിൻ്റെ കുറവ് എന്നാണ് മെറ്റബോളിക് അസിഡോസിസ്. റെസ്പിറേറ്ററി അസിഡോസിസ് എന്ന് പറയുമ്പോൾ ആസ്മ, അതേപോലെ എംഫൈസിമ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസിലൊക്കെ എന്തായിരിക്കും? റെസ്പിറേറ്ററി റേറ്റ് കുറവായിരിക്കും. അപ്പോൾ CO2 എന്തായിരിക്കും? റിലീസ് ചെയ്യുന്ന കുറവായിരിക്കും. അപ്പോൾ എന്ത് അക്യുമുലേറ്റ് ചെയ്തിട്ട് കാർബോണിക് ആസിഡ്സ് കോൺസെൻട്രേഷൻ കൂടും. നമ്മൾ റെസ്പിറേറ്ററി അസിഡോസിസ് എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന 3 പാരാമീറ്റേഴ്സ് പറയുകയാണെങ്കിൽ ഒന്ന് റെസ്പിറേറ്ററി സിസ്റ്റം പറയും, റെസ്പിറേറ്ററി മെക്കാനിസം ഉണ്ട്, പിന്നെ റീനൽ മെക്കാനിസം ഉണ്ട്, ബഫറിംഗ് മെക്കാനിസം ഉണ്ട്. അപ്പോൾ ഇതിന് ഏതെങ്കിലും ഒന്നിന് പ്രോബ്ലം വരികയാണെങ്കിൽ ബാക്കി രണ്ടെണ്ണം അത് കോമ്പൻസേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ റെസ്പിറേറ്ററി മെക്കാനിസത്തിലാണ് പ്രോബ്ലം. അപ്പോൾ റീനൽ മെക്കാനിസം അതേപോലെ തന്നെ ബഫറിംഗ് ആക്ഷനും ആയിരിക്കും കൂടുതലായിട്ട് നമ്മളിതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുകയാണെങ്കിൽ റെസ്പിറേറ്ററി അസിഡോസിസ് എന്തായിരിക്കും? ബഫറിൽ പറയുമ്പോൾ pH കുറവായിരിക്കും, പിന്നെ ബൈകാർബണേറ്റ് ലെവൽ നന്നായിട്ട് കൂടുതലായിരിക്കും, PCO2 എലവേറ്റ് ചെയ്യും,
അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ഒക്കെ ഇരുന്ന ഹൈപ്പോക്സിയ, option B is the increased H plus concentration, option C is the PCO2 is elevated, option D is the bicarbonate decreaser. ഞാൻ നേരത്തെ പറഞ്ഞു ബൈകാർബണേറ്റ് എന്തായിരിക്കും, റീനൽ റീഅബ്സോർപ്ഷൻ കാരണം ബൈകാർബണേറ്റിന്റെ എമൗണ്ട് കൂടുകയാണ് വേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താണ്, ഡിക്രീസർ. അപ്പോൾ ഏതാണ് ഫാൾസ് ആയിട്ട് വരിക, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി is the correct answer. Bicarbonate is decreaser is the correct answer. Then 96. The test used for screening gestational diabetes mellitus. Option A FBG fasting blood glucose, option B is the postprandial blood glucose, option C is the GTT glucose tolerance test, option D is the glucose challenging test. അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്നാൽ ഏത് പീപ്പിൾസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. പക്ഷേ കുറേ സ്റ്റെപ്പ് വൈസ് ലോങ് ടൈം ഫാസ്റ്റിംഗ് ഒക്കെ നമുക്ക് വേണ്ടി വരും GTT ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ GCT എന്ന് പറയുമ്പോൾ ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെൽലിറ്റസ് കണ്ടീഷൻ സ്ക്രീനിങ്ങിന് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഗ്ലൂക്കോസ് ചലഞ്ചിങ് ടെസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഗ്ലൂക്കോസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്തതിനു ശേഷം ഒരു 2 hour കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലൂക്കോസ് നോക്കാം. അപ്പോൾ ഒരു മോർ ദാൻ 200 വാല്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാൻ പറ്റും, അവർക്ക് ഒരു ഡെഫിഷ്യൻസി, അതായത് ഡയബറ്റീസ് മെൽലിറ്റസ് ഉണ്ടെന്നുള്ളതാണ്. ലെസ് ദാൻ 140 ആണെന്നുണ്ടെങ്കിൽ നോർമൽ ലെവലാണ്. അപ്പോൾ the test used for the screening gestational diabetes mellitus is GCT, glucose challenging test is the correct answer. Next one is the 97. The largest energy reserve in terms of kilocalorie in human is. 97th question എന്ന് പറയുമ്പോൾ the largest energy reserve in the terms of kilocalorie in human is. Option A is the blood glucose, option B is the adipose tissue triacylglycerol, option C is the muscle glycogen, option D is the liver glycogen. Then അതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അഡിപ്പോസ് ടിഷ്യൂ ട്രയാസിൽഗ്ലിസറോൾ ആണ്. നമുക്ക് ഓപ്ഷൻ ഇസ് ദ ബി. Then 98. Which of the following cannot prevent fatty acid rancidification and fatty liver formation? Option A is the vitamin A, option B is the omega-3 fatty acid, option C is the vitamin E, and option D is the lecithin. The correct answer is option A, vitamin A. Vitamin A cannot prevent the fatty acid rancidification and fatty liver formation. Then 99. Urinary excretion of epinephrine is. Option A is the VMA, option B is the 5-HIAA, option C is the homovanillin, and option D is the indican. The correct answer is VMA. VMA or vanillin mandelic acid ആണ് എപ്പിനെഫ്രിൻ യൂറിനറി എക്സ്ക്രീഷൻ ആയിട്ട് പറയുന്നത്. ഹൈഡ്രോക്സി ഇൻഡോൾ അസിറ്റിക് ആസിഡ് വരുന്നത് സെറോട്ടോണിൻ മെറ്റബോളിസത്തിൽ വരുന്നതാണ്. ഹോമോ വാനിലിൻ എന്ന് പറയുമ്പോൾ കാറ്റക്കോളാമിൻസിന്റെ മെറ്റബോളിക് പ്രോഡക്റ്റിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്നതാണ് ഹോമോ വാനിലിൻ. ട്രിപ്റ്റോഫാനിൽ വരുന്നതാണ് ഇൻഡിക്കാൻ. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. Next one is last question ആണ് 100. Which type of PCR is uses the multiple primers against different targets? ഒരു PCR മോഡിഫിക്കേഷൻ ആണ്, അത് മൾട്ടിപ്പിൾ പ്രൈമേഴ്സ് ആണ് നമ്മൾ ഓരോ ടാർഗറ്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ദ RT-PCR, സെക്കൻഡ് വൺ ഈസ് ദ നെസ്റ്റഡ് PCR, തേർഡ് വൺ ഈസ് ദ മൾട്ടിപ്ലക്സ് PCR, ആൻഡ് ഡി ഈസ് ദ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റ് PCR. അപ്പോൾ RT-PCR മീൻസ് റിയൽ ടൈം PCR പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽ ടൈം ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷനും ക്വാണ്ടിഫിക്കേഷനും ചെയ്യുന്നതാണ് റിയൽ ടൈം PCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നെസ്റ്റഡ് PCR എന്ന് പറയുമ്പോൾ നമ്മൾ 1 സെറ്റ് പ്രൈമേഴ്സ് നമ്മൾ സാധാ നോർമൽ PCR നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ നെസ്റ്റഡ് PCR നമ്മൾ 2 പ്രൈമർ സെറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതാണ് നെസ്റ്റഡ് PCR. അപ്പോൾ ഔട്ടർ പ്രൈമറും ഉണ്ടായിരിക്കും, നെസ്റ്റഡ് പ്രൈമറും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ദ മൾട്ടിപ്ലക്സ് PCR. മൾട്ടിപ്ലക്സ് പേരിൽ തന്നെ ഉണ്ട് മൾട്ടിപ്ലക്സ്. അപ്പോൾ മൾട്ടിപ്പിൾ ടാർഗറ്റ്സുകൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൾട്ടിപ്ലക്സ് PCR. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായി വിച്ച് ടൈപ്പ് ഓഫ് PCR ഇസ് യൂസസ് മൾട്ടിപ്പിൾ പ്രൈമേഴ്സ് എഗെയിൻസ്റ്റ് ഡിഫറെൻറ്റ് ടാർഗറ്റ് ഓർ മൾട്ടിപ്പിൾ ടാർഗറ്റ്. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരും, മൾട്ടിപ്ലക്സ് PCR ആണ് കറക്റ്റ്. ദെൻ ഓപ്ഷൻ ഡി ഈസ് ദ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റസ് PCR. അപ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റസ് PCR നേരത്തെ നമ്മൾ പറഞ്ഞ ട്രാൻസ്ലേഷനും ട്രാൻസ്ക്രിപ്ഷനും ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യുക, mRNA ഉണ്ടാവുമല്ലോ, mRNA റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വഴി cDNA മോളിക്യൂൾസ് ആയിട്ട് മാറ്റും. ഈ cDNA ആണ് നമ്മൾ പിന്നെ ആംപ്ലിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റസ് PCR എന്ന് പറഞ്ഞത്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. വിച്ച് ടൈപ്പ് ഓഫ് PCR യൂസ് മൾട്ടിപ്പിൾ പ്രൈമേഴ്സ് അഗെയിൻസ്റ്റ് ഡിഫറെൻറ്റ് ടാർഗറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആയിരിക്കും. ദെൻ അപ്പോൾ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോളോ ചെയ്ത് പോയി, എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് അധികം പറഞ്ഞിട്ടില്ല, നിങ്ങളായിട്ട് വായിക്കുക ഓരോ പോയിന്റ്സ് എടുത്തിട്ട് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ താങ്ക് യു.